الله. بسم الله الحمد لله الصلاة والسلام على رسول الله وأصحابه أجمعين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وتقا وهدى وفقهنا في الدين. ഏറെ ബഹുമാനം നിറഞ്ഞ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ നോബൽ ക്രിയേറ്റീവ് സ്കൂൾ എന്ന ഈ ഒരു മഹത്തായ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ, അതുപോലെ തന്നെ ബോർഡ് മെമ്പേഴ്സ്, ഈ സ്ഥാപനത്തെ ഒരു കുടുംബത്തെ പോലെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ പ്രിൻസിപ്പൽ, മറ്റു രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പാരന്റിങ് അതൊരു ആർട്ടാണ്, ഒരു കലയാണ്. ഇവിടെ പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ടാകും, എഴുതാൻ കഴിയുന്നവരുണ്ടാകും, കഥ പറയാൻ കഴിയുന്നവരുണ്ടാകും. വായ കണ്ട് തുറന്നാല് പിന്നെ റെസ്റ്റില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന മനുഷ്യന്മാരുണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ഭാഷയിൽ തൊള്ളപ്പൊളി എന്നൊക്കെ പറയും. അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവും. അതൊരു കലയാണ്. മക്കളെ എങ്ങനെയാണ് കൊണ്ടടക്കുക, എങ്ങനെയാണ് പോറ്റുക, എങ്ങനെയാണ് അവരെ നോക്കുക, അതൊരു ആർട്ടാണ്, ഒരു കലയാണ്. അതെങ്ങനെയാണ് ക്രിയേറ്റീവായിട്ട് ഏറ്റവും സയന്റിഫിക് ആയിട്ട് എങ്ങനെ ചെയ്യാം. സയന്റിഫിക് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ വിചാരിക്കണ്ട നമ്മൾ കുറേ ശാസ്ത്ര ശാഖകൾ ചർച്ച ചെയ്യാനാണ് വിളിച്ചു വരുത്തിയെന്ന്. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ വളർത്തുമ്പോൾ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം അത് നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകളാകട്ടെ, പ്രവാസികളുണ്ട്, വലിയ വലിയ ബിസിനസ്സുകാരുണ്ട്, ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള ഉമ്മമാരുണ്ട്, നിലവിൽ ടീച്ചേഴ്സായി ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന, ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ ഇവിടെ ഉണ്ട്. എന്തായാലും ഏതെങ്കിലുമൊക്കെ നിലക്ക് നമ്മളെല്ലാവരും ബിസിയാണ്. എത്തുന്നിടത്ത് നമ്മൾ ഉദ്ദേശിച്ചിടത്ത് കുട്ടികൾ വരാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ കുറേ നോക്കി എന്ന് നമ്മൾ അവകാശപ്പെടുന്നു, നമ്മൾ പറയുന്നു, പക്ഷെ ഞാൻ പറഞ്ഞിടത്തല്ല എൻ്റെ കുട്ടിയുള്ളത്. അപ്പോൾ ഇവിടെ കുറേ ടീച്ചേഴ്സും ഉണ്ട്, ഇവിടുത്തെ സ്ഥാപനത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഉണ്ട്, ബോർഡ് മെമ്പേഴ്സും ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നാൽ PPT കാണാൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഇരിക്കട്ടോ ഇൻഷാ അല്ലാഹ്. അല്ല പവർ പോയിന്റ് കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് മുന്നേക്ക് ഇരിക്കാന്ന് പറയാം. കുറഞ്ഞ നേരം മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വഅളല്ല, പ്രഭാഷണമല്ല. ഈ ഒരു പവർ പോയിന്റിന്റെ സഹായത്തോട് കൂടിയിട്ട്, PPT പ്രസന്റേഷന്റെ സഹായത്തോട് കൂടിയിട്ട് ഇതിലുള്ള ഓരോ ക്ലിപ്പും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിച്ചു തരാം. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്കിത് അത്രയും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ചോദ്യങ്ങളുണ്ടാകും, പല പ്രശ്നങ്ങളുണ്ടാകും. എൻ്റെ കുട്ടി ഇടപെടുന്നത് ഇങ്ങനെയാണല്ലോ, എൻ്റെ കുട്ടി സംസാരിക്കണതും എന്നോട് ബിഹേവ് ചെയ്യണതും ഇങ്ങനെയാണല്ലോ. അപ്പം എന്തായിരിക്കും അതിൻ്റെ കാരണം? അതിനെങ്ങനെയാണ് ഞാൻ ട്രീറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഞാൻ അതിന് മറുപടി കൊടുക്കേണ്ടത്? ചെറിയ മക്കൾ മുതൽ 5th ക്ലാസ്സിൽ വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഉണ്ട് ഇവിടെ. അപ്പൊ ടീച്ചിങ് എന്നുള്ളതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരന്റിങ് പോലെ തന്നെ ഒരു കലയാണ് ടീച്ചിങ്, പഠിപ്പിക്കുക എന്നുള്ളതും. അപ്പൊ പഠിപ്പിക്കുമ്പോൾ, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ടീച്ചർ ആവാൻ പറ്റുക, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ളത്. കാരണം
നമ്മുടെ ഈ സ്ഥാപനം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. 2030 നിൽക്കുമ്പോൾ, 2030 എത്തുമ്പോൾ കാസർഗോഡ് അറിയപ്പെടുന്നൊരു സ്ഥാപനമായി പാരൻസ് അഡ്മിഷൻ ചോദിച്ചു വന്നിട്ട് സോറി സീറ്റ് ഫുള്ളായിട്ടോ എന്ന് പറയാൻ കഴിയുന്നിടത്തേക്ക് നമുക്ക് വളരാൻ പറ്റണം. ഇൻഷാ അല്ലാഹ് നമുക്കത് പറ്റും. നമ്മുടെ കുട്ടി പഠിക്കുന്നത് നോബൽ ക്രിയേറ്റീവ് സ്കൂളിലാണെന്ന് പറയുമ്പോൾ പാരൻസിന് ഒരു പ്രൗഡായിട്ട് അഭിമാനമായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവണം. കാരണം നമ്മുടെ മോട്ടോ നമ്മൾ ഉയർത്തി പിടിച്ചിരിക്കുന്നത് ദീനാണ്. നമുക്ക് ഉറപ്പാണ് ഇതിനേക്കാളും വലിയ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന വലിയ വലിയ സ്ഥാപനപ്പെടുന്നത് നമ്മുടെ ചുറ്റുപാടിലുണ്ട്. എന്തുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ നോബൽ ക്രിയേറ്റീവ് സ്കൂളിൽ ചേർത്തു? അതിന് കൃത്യമായൊരു ഉത്തരം, അതിന് നമ്മൾ കൊടുത്തൊരു പ്രയോറിറ്റി ഉണ്ട്, ഒരു മുൻഗണന ഉണ്ട്. അവിടെ ദീനിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിപ്പം നമുക്ക് മനസ്സിലാവില്ല, മനസ്സിലാവുന്നൊരു ഘട്ടം വരും. നമ്മൾ വയ്യാതെ കിടക്കുമ്പോൾ, നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ മയ്യത്തിൻ്റെ അടുത്ത് വന്ന് അല്ലെങ്കിൽ നമ്മുടെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് പടച്ചോനെ എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണം കേട്ടോ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം, ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിലാക്കണം എന്ന് പ്രാർത്ഥിക്കാൻ ഓർമ്മയുള്ള, അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ചിന്തിക്കുന്ന മക്കളെ വാർത്തെടുക്കാൻ കഴിയുന്നത് 100% ഉറപ്പാണ്. ദീന് കൂടി കൊടുക്കുന്ന സ്ഥാപനത്തിനേ കഴിയുകയുള്ളൂ, ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ സ്ഥാപനം മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അതാണ്. ഇവിടെ നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റിയിൽ, ഏറ്റവും നല്ല രീതിയിൽ ദീനി വിദ്യാഭ്യാസം കൂടി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് എന്തെങ്കിലും അത്യാവശ്യത്തിന് ആളുകൾ അങ്ങോട്ട് പോകും. നിങ്ങളുടെ ശ്രദ്ധകൾ പോവരുത്, അതാണ് ഞാൻ പറഞ്ഞത്. ഹലോ, കുട്ടികള് കരയൊക്കെ ചെയ്യും, ശബ്ദം ഉണ്ടാക്കും, നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തുടങ്ങാം. മദീനയിലെ മസ്ജിദുൻ നബവി, മദീനയിലെ മസ്ജിദുൻ നബവിയില് ഇമാം മാലിക് റഹിമഹുല്ല വളരെ പ്രഗത്ഭനായ വലിയൊരു പണ്ഡിതനാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ക്ലാസ് നടക്കുകയാണ് മദീനയിലെ മസ്ജിദുൻ നബവിയില്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആയിട്ട് അവിടെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുണ്ട്. അതിലൊരു കുട്ടി അന്തലുസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്ന കുട്ടിയാണ്. അന്തലുസ് എന്ന് പറയുന്ന നാട് ഏതാന്ന് ആർക്കെങ്കിലും അറിയോ? അറബിക്കാണ്, ഒരു രാജ്യത്തിന്റെ അറബി പേരാണ് അന്തലുസ്. ആർക്കും അറിയില്ലെങ്കിൽ ഞാനൊരു ക്ലൂ തരാം, അപ്പൊ നിങ്ങൾ എന്തായാലും പറയും. ഇപ്പൊ ലാസ്റ്റ് നടന്ന 2026 ഫുട്ബോൾ വേൾഡ് കപ്പിൽ കപ്പടിച്ച രാജ്യം സ്പെയിന്. ഗുഡ്. സ്പെയിനിന്റെ അറബിയാണ് അന്തലുസ്. അപ്പൊ സ്പെയിനിൽ നിന്ന് വന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റുഡന്റിന്റെ പേര് യഹ്യ ബിൻ യഹ്യ എന്നാണ്. യഹ്യ ബിൻ യഹ്യ. ആ കുട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറെയും കുറെ കുട്ടികളുണ്ട്. ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് കുറച്ച് കുട്ടികൾ എണീറ്റാണ്ട് പറഞ്ഞ് മസ്ജിദ് നബവിന്റെ പുറത്ത് ആന വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി, ആനയല്ലേ വന്ന്, അപ്പൊ കാണാനുള്ള ആഗ്രഹം കൊണ്ട് കുട്ടികളൊക്കെ കണ്ട് ഓടിപ്പോയി. പക്ഷെ ഈ കുട്ടി മാത്രം അവിടെ തന്നെ ഇരുന്നു. യഹ്യ ബിൻ യഹ്യ അവിടെ തന്നെ ഇരുന്നു. അപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഭയങ്കര ആകാംക്ഷ. ഇതെന്താണ്, അവന്റെ സമപ്രായക്കാരായ എല്ലാ കുട്ടികളും ഓടിപ്പോയി, പക്ഷെ ഇവൻ മാത്രം എന്താ അവിടെ ഇരിക്കണത്? അപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ആ കുട്ടിയോട് ചോദിക്കാണ്, അല്ല യഹ്യ, നിനക്ക് ആനയെ കാണണ്ടേ, ആഗ്രഹല്ലേ? അപ്പൊ ആ കുട്ടി പറയാണ്, യഹ്യ ബിൻ യഹ്യ എന്ന് പറയുന്ന സ്റ്റുഡന്റ് പറയാണ്, ഉസ്താദെ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അന്തലുസിൽ നിന്ന്, സ്പെയിനിൽ നിന്ന് മദീനയിൽ വന്ന് നിങ്ങളുടെ ശിഷ്യനായി, നിങ്ങളുടെ സ്റ്റുഡന്റ് ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്തത് ആനനെ കാണാനല്ല. അപ്പൊ കുറെ ഈ ഉച്ച സമയം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല ക്ഷീണം ഉറക്കൊക്കെ ഉള്ള സമയമാണ്, നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ടൈമായിരിക്കും. ആ സമയത്ത് നമ്മൾ ഉറങ്ങാതെ ആ ഉറക്കൊക്കെ മാറ്റി വെച്ച് പല പാരന്റ്സും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വന്നതിനൊരു അൾട്ടിമേറ്റ് പർപ്പസ് ഉണ്ട്. ഒരു ലക്ഷ്യത്തിന്റെ കാര്യത്തിൽ, വളർത്തുന്ന കാര്യത്തിൽ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, അതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ്, ഇത് പഠിച്ച് മനസ്സിലാക്കി പോയാൽ ഷുവറാണ്
ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പാരന്റിങ് മാക്സിമം ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ യഹ്യ ബിൻ യഹ്യ എന്ന് പറയുന്ന ആ സ്റ്റുഡന്റിന്റെ ഉദാഹരണം, ആ ചരിത്രം, ആ കഥ നിങ്ങളുടെ മുമ്പിൽ ആദ്യം തന്നെ പറഞ്ഞു കേൾപ്പിച്ച എന്തിനാന്നറിയില്ലേ? ആന വന്നിട്ടും ആ കുട്ടി കാണാൻ പോയില്ല. ഇതേപോലെ പലരും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യും, കുട്ടികൾ കരയും. മാക്സിമം നിങ്ങളുടെ ശ്രദ്ധ പോകാതെ ഈ പവർ പോയിന്റിലേക്കും എൻ്റെ ക്ലാസ്സിലേക്കും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. കാരണം അതെന്തായാലും നമുക്ക് ഉപകരിക്കും, ഉപകാരപ്പെടും. ഓക്കെ, നിങ്ങളുടെ ഫോണിലേക്ക് ആരെങ്കിലും ഒരു തമാശ നിറഞ്ഞ ഒരു മെസ്സേജ്, നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് തമാശ നിറഞ്ഞ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ, എന്തെങ്കിലും നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരാൾ അയച്ചു തന്നു, നിങ്ങളുടെ റിലേറ്റീവ്സോ മക്കളോ ആരെങ്കിലും നിങ്ങൾക്ക് അയച്ചു തന്നു. അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു, അത് കണ്ടപ്പോ നിങ്ങൾക്ക് ചിരി വന്നു എന്നെങ്ങനെയാണ് നിങ്ങൾ അറിയിക്കുക? നിങ്ങൾ ഫോണിന്റെ വോളിൽ ഇങ്ങനെ മൈക്ക് ഓൺ ചെയ്തിട്ട് എന്ന് പറഞ്ഞ് ചിരിക്കോ? എന്താ ചെയ്യാ? ഇതേപോലെ ഒരു ഇമോജി അയച്ചു കൊടുക്കും, അല്ലേ? എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ഇതേപോലെ ഒരു ഇമോജി നിങ്ങൾ അയച്ചു കൊടുക്കും. നിങ്ങൾക്ക് അത് കണ്ടപ്പോ ചിരി വന്നു, ആ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ അത് അറിയിക്കൽ എങ്ങനെയാണ്? ഇതേപോലെ ഒരു ഇമോജി അയച്ചു കൊടുക്കും. ഞാനിപ്പോ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ അയച്ച വീഡിയോ അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഫോട്ടോ അല്ലെങ്കിൽ ആ സ്റ്റിക്കർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ചിരി വന്നു. അപ്പൊ നിങ്ങൾ അറിയിച്ചത് ഇങ്ങനെയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് അയച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അയച്ചു കൊടുത്തു, ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മക്കള് 1 to 5, 5 to 10, 10 to +2 ഡിഗ്രി, ഈ ലെവലിലൊക്കെ ഉള്ള നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ഒരു തമാശ പറയുന്ന ഓഡിയോ, നിങ്ങളുടെ ശബ്ദം, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റിക്കർ, ഒരു ഫോട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾ അയച്ചു കൊടുത്തു. അപ്പൊ നിങ്ങളുടെ മക്കൾ എന്താ റിപ്ലൈ അറിയോ? ദാ ഇങ്ങനൊരു സാധനം ഇട്ടരും. ഇതെന്താ പറഞ്ഞോളിട്ടോ. ഇതെന്താണ്? ഒരു ഡോൾഫിനാണ്. അതെന്താ? കുട്ടി ഡോൾഫിന്റെ ചിത്രം ഇട്ട്, സ്റ്റിക്കർ ഇട്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിന്റെ കുട്ടിക്ക് പറ്റിയേ? ഞാനൊരു തമാശ പറഞ്ഞിട്ട് എൻ്റെ കുട്ടി തിരിച്ചതിന് റിയാക്ട് ചെയ്തത് ഒരു ഡോൾഫിന്റെ ചിത്രം, ഒരു ഡോൾഫിന്റെ ഇമോജി ഇട്ടിട്ട്. അതെന്തോ എന്നെ കളിയാക്കുകയാണോ എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ മനസ്സിലാക്കിക്കോളി, ഈ കഴിഞ്ഞ ഒരു 1.5 ആഴ്ച ആയിട്ട്, ഈ കഴിഞ്ഞ ഒരു 1.5 ആഴ്ച, ഒരു ലാസ്റ്റ് 10 days, ഇപ്പോ നമ്മുടെ മക്കള്, ഈ പ്രായത്തിലുള്ള കുട്ടികള്, ജെൻസി, ജെൻ ആൽഫ എന്നൊക്കെ പറയുന്ന നമ്മളുടെ ഇപ്പത്തെ മക്കളില്ലേ, ആ മക്കള് ചിരിക്കുന്ന ചിഹ്നത്തിന് ഇപ്പൊ അവര് സ്വീകരിച്ചിട്ടുള്ളത് ഇതാണ്. ഇനി അവരെവിടെയും പോയിട്ട് ചിരിക്കുന്ന ചിഹ്നം ഇടൂല, ഇമോജി ഇടൂല, ഈ സാധനം ഇടൂല, ഇത് ഇടൂല. അവരതിന് പകരം ഇനി എന്താ യൂസ് ചെയ്യാ? ഇതായിരിക്കും. ഇത് ഇപ്പൊ അറിഞ്ഞ ഈ ചിരിക്കുന്ന ഇമോജി ഇപ്പൊ നമ്മളുടെ മക്കൾ യൂസ് ചെയ്യണത് ഇതാണെന്ന് അറിഞ്ഞ എത്ര പാരന്റ്സ് ഉണ്ട്? കൈ ഒന്നിച്ചോളിട്ടോ, ധൈര്യമായിട്ട് കൈ പൊക്കിക്കോളി, ഒന്ന് അറിയാനാണ്. ഈ കൈ പൊക്കാത്ത ആളുകൾക്കൊക്കെ മുമ്പ് അറിയാം. ധൈര്യമായിട്ട് കൈ ഒന്നിച്ചോളി. ഇത് പാരന്റിങ് സെഷനാണ്, പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള സെഷനാണ്. അപ്പൊ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഒരു അഭിപ്രായവും ഫീഡ്ബാക്കും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇതിപ്പോ ഈ ചിരിക്കുന്ന ഒരു ഇമോജി നമ്മളുടെ കുട്ടികൾ യൂസ് ചെയ്ത ഇതാണ് എന്ന് അറിഞ്ഞ എത്ര പാരന്റ്സ് ഉണ്ട്? ഒന്ന് കൈ ഒന്നിക്കോ, ഒന്നും കൂടി. ഓക്കെ, കുറച്ച് പാരന്റ്സ് ഉണ്ട്. ഈ കൈ ഒന്നിക്കാത്ത ആളുകൾക്കൊക്കെ മുമ്പ് അറിയായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർക്കും അറിയില്ല. അപ്പൊ കൈ ഒന്നിക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തിനാണ് ഞാനിതിപ്പോ കാണിച്ചതെന്നറിയോ? ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതായത് നമ്മളുടെ കുട്ടികൾ വളരെ ഫാസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ, സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അവർ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിയണത് 1 മാസം 1.5 മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വിവരം തന്നെ അറിയണത്. അതന്നെ ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ അറിയുക. എന്ന് പറഞ്ഞാൽ നമ്മളും അവരും രണ്ടറ്റത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? എല്ലാ പാരന്റ്സും അങ്ങനെയാണെന്നല്ല. മോസ്റ്റ് ഓഫ് ദ പാരന്റ്സ് ഈ ഒരു അവസ്ഥയിലൂടെയാണ്, സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്.
നമ്മളുടെ കുട്ടി സഞ്ചരിക്കുന്നത് വേറെ റൂട്ടിലും നമ്മൾ സഞ്ചരിക്കുന്നത് വേറെ റൂട്ടിലും. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോവാണ്, നമ്മുടെ ഡോക്ടർ അടുത്ത് വന്നിട്ട് നമ്മൾ അസുഖം പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ട്, ചില സിംറ്റംസ് തോന്നുന്നുണ്ട്, ചില കാരണങ്ങളും സൂചനകളൊക്കെ ഉണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോ ഡോക്ടർ പറയും, ഡോക്ടറിന് നിങ്ങളുടെ അസുഖം തന്നെ മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, നിങ്ങളുടെ അസുഖം ഒന്നും മനസ്സിലായില്ല. ഡോക്ടർ എങ്ങനെ മരുന്ന് എഴുതും? ആദ്യം പേഷ്യന്റിന്റെ മെന്റൽ പ്രോബ്ലം എന്താണെന്ന് അറിയണം. ഫിസിക്കലി അയാൾ അനുഭവിക്കുന്നതിനേക്കാളും ഒരു പക്ഷേ ചിലപ്പോൾ അയാൾക്ക് മെന്റലി എന്തെങ്കിലും ഒരു ഡിസീസ് ഉണ്ടായിരിക്കും, മെന്റൽ സ്ട്രെസ് വന്നിട്ടുണ്ടാവും. അപ്പൊ ഡോക്ടർ ശരിക്കും എന്ത് ചെയ്യണം? സൈക്കോളജി എന്ന് പറയുന്ന ഒരു സാധനം കൂടി മനസ്സിലാക്കണം. അപ്പോഴാണ് ഡോക്ടർ ചോദിക്കുക, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വൈഫുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മക്കളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെ ചോദിച്ചറിയുമ്പോഴാണ് കാരണത്തിന്റെ റൂട്ട് കോസ് ശരിക്കും കാരണം മനസ്സിലാവുക. അപ്പൊ അതിമന്ന് ചികിത്സ തുടങ്ങേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ കുട്ടികളെ കാര്യത്തെക്കുറിച്ച്, അവരുടെ പ്രയാസത്തെക്കുറിച്ച്, നമ്മളുടെ മക്കള് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യണത്, പെരുമാറുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പരാതികൾ പറയാനുണ്ട്. എന്തുകൊണ്ട് എൻ്റെ കുട്ടി ഇങ്ങനെ ആകുന്നു, അതിന്റെ റൂട്ട് കോസ്, അതിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം കണ്ടെത്താൻ നമുക്ക് പറ്റണം. അങ്ങനെ കണ്ടെത്തി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ പാരന്റിങ് സക്സസ് ആവുള്ളൂ. അപ്പൊ അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ, എൻ്റെ കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, എൻ്റെ കുട്ടി എന്തുകൊണ്ടാണ് ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ചെയ്യൂല എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അതിനെ പറ്റേ ഡിനൈ ചെയ്യുന്നത്, ഒഴിവാക്കുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ എൻ്റെ കുട്ടി എന്തുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ആ കുട്ടിന്റെ പ്രായം, ആ പ്രായത്തിലുള്ള കുട്ടികൾ പൊതുവെ പറയുന്ന കാര്യം, ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ, ഇതെല്ലാം ആഴത്തിൽ ഇറങ്ങി പഠിക്കണം എന്നല്ല, എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കി അവരിടപെടുന്ന ഒരു ലോകം എന്താണ്, അവരുടെ ചുറ്റുപാട് എന്താണ്, ചെറിയ രൂപത്തിലെങ്കിലും ഇത് അറിയാൻ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ പാരന്റിങ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ കുട്ടിയോട് നമ്മൾ കൊടുക്കുന്ന ഓരോ ഉപദേശവും കുട്ടി കാണുന്ന എന്താ അറിയോ, ഏതാ ഇമ്മ, എവിടുന്നോ ഉമ്മ, ഇപ്പോഴും ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന സാധനമായിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ചിന്തിക്കുക. എൻ്റെ ഉപ്പ ഇപ്പോഴും ആ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന സാധനമായിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. കുട്ടി സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന ഒരു ലോകത്താണുള്ളത്. ഇൻസ്റ്റാഗ്രാമൊന്നും വിട്ടുപോയി. നമ്മളിപ്പോഴും യൂട്യൂബിലാണ്, നമ്മളിപ്പോഴും ഫേസ്ബുക്കിലാണ്. അതിന്റെ ഇടയിൽ ഒരു ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതും കഴിഞ്ഞ് കുട്ടി ഉള്ളത് എവിടെയാണ്? സ്നാപ്ചാറ്റില്. ഞാൻ പറയണത് എന്താ പറയുക, 1997 2012 ഇടയിലുള്ള കുട്ടികളെയാണ് ജനറേഷൻ സെഡ് എന്ന് പറയാ, ജെൻ സി. മനസ്സിലായോ? അവർക്ക് കുറെ പ്രത്യേകതകളുണ്ട്, കുറെ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ജെൻസി കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഈ 2012 ശേഷം ജനിച്ച കുട്ടികളുണ്ട്, ആൽഫ ജനറേഷൻ, ബീറ്റ എന്നൊക്കെ പറയുന്ന ജനറേഷൻസ് ഉണ്ട്. അപ്പൊ ചെറിയ മക്കള്, ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള കുട്ടികള്, അവരൊക്കെ ഇനി എങ്ങനെയാണ് വളർന്നു വരാൻ പോണത്, അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങളോട് പ്രതികരിക്കുക? അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, സമൂഹത്തിൽ നടക്കുന്ന, നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന മാറ്റങ്ങള് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ ഉപദേശം കൊടുക്കുമ്പോ കുട്ടി വിചാരിക്കുന്നത് എൻ്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ ഉപ്പ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കാര്യമാക്കണ്ട, അതങ്ങനെയാണ്, അത് ആ ഒരു ജനറേഷൻ ആയതുകൊണ്ടാ എന്ന് കുട്ടി ഓൾറെഡി ഒരു റെഡ് മാർക്ക് ഇടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കുട്ടിക്ക് തന്നെ മനസ്സിലാവണം, എൻ്റെ ഉപ്പ അങ്ങനല്ല, എൻ്റെ ഉമ്മ അങ്ങനല്ല, എൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. എൻ്റെ ഉപ്പാക്ക് ഗാഡ്ജറ്റ്സുകളെ കുറിച്ച്, ഇറങ്ങുന്ന ഗാഡ്ജറ്റ്സുകളെ കുറിച്ച് അറിയാം. എൻ്റെ ഉപ്പാക്ക് സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് കൃത്യമായി അറിയാം. എൻ്റെ ഉമ്മാനെ അങ്ങനെ ഇങ്ങനെ ഒന്നും പറ്റിക്കാൻ പറ്റൂല, എൻ്റെ ഉമ്മാക്ക് അത് കൃത്യമായി അറിയാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വളരണം. മനസ്സിലായോ? നമുക്കും അവരുടെ കൂടെ ഓടാൻ കഴിയണം. അതിന് എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത്, അവരുടെ ബ്രെയിനിന്റെ, തലച്ചോറിന്റെ ഫങ്ഷനിങ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അറിയാൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അത് ഞാൻ കാണിക്കാം. അപ്പോ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചോദിക്കുകയും ചെയ്യാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മക്കള് എന്ന് പറയുന്നത് വലിയൊരു നിഅമത്താണ്, ഒരു അനുഗ്രഹമാണ്. സൗണ്ട് ഭയങ്കരമായിട്ട് എക്കോ അടിക്കണ്ട, കേൾക്കണ്ട? ക്ലിയർ ആയിട്ട് കേൾക്കണ്ടല്ലോ അല്ലെ?
ഓക്കെ, മക്കൾ എന്ന് പറയുന്നത് വലിയൊരു നിഅമത്താണ്, നമ്മൾ മനസ്സിലാക്കുക. അത് കുട്ടികളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന പാരന്റ്സിനെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. കണ്ണുള്ളവന് കണ്ണിന്റെ വില അറിയൂല, കണ്ണില്ലാത്തവനെ അതിന്റെ വില അറിയുള്ളൂ എന്ന് പറയുന്ന പോലെ കുട്ടികളില്ലാത്തതിന്റെ പേരിൽ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന എത്ര സ്ത്രീകളുണ്ട് എന്നറിയോ? ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കോ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കോ എന്ന് ചോദിക്കുന്ന എത്ര ആളുകളുണ്ട്. എനിക്കൊരു കുട്ടിയില്ല, എനിക്കൊരു കുട്ടിനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന എത്ര ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അപ്പോ മക്കൾ ഉണ്ടാവുക, മക്കളെ കാണാൻ പറ്റുക, കുട്ടികൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്, പടച്ചോൻ തരുന്നൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമുക്ക് അൽഹംദുലില്ലാഹ് ഇവിടെ ഇരിക്കുന്ന പല പാരന്റ്സിനും കുട്ടികളുണ്ട്. അതില്ലാതെ പരീക്ഷിക്കപ്പെടുന്നവരും ഉണ്ടാകാം. കുട്ടികളെ കിട്ടിയ പാരന്റ്സ് മനസ്സിലാക്കുക, അത് പരീക്ഷണം കൂടിയാണ്. കുട്ടികളില്ലാതെ നമ്മൾ അനുഭവിക്കുന്നതും പരീക്ഷണാണ്. അത് നമ്മളെ ടെസ്റ്റ് ചെയ്യണം. ഇനി അല്ലാഹു തആല നമുക്ക് മക്കളെ തന്നു, കൺകുളിർമുള്ള കുട്ടികളെ തന്നു, നമ്മൾ വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക അതൊരു പരീക്ഷണമാണ്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. നമ്മുടെ മക്കള് നമുക്ക് അനുഗ്രഹമാണ്, അതോടൊപ്പം പരീക്ഷണമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയാണ് ഈ അനുഗ്രഹത്തെ, അള്ളാഹു തന്ന ഈ മക്കളെ നമ്മൾ എങ്ങനെയാണ് കൊണ്ടെടുക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്? ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനായിരുന്നു. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആദ്യത്തെ 7 വർഷം, ഒന്നാമത്തെ വയസ്സ് മുതൽ 7ാമത്തെ വയസ്സ് വരെ നിങ്ങൾ കുട്ടീനെ എന്ത് ചെയ്യണം? നല്ലോണം സ്നേഹം കൊടുത്ത് വളർത്തണം, നല്ല സ്നേഹം കൊടുക്കണം. 7ാമത്തെ വയസ്സ് മുതൽ 14ാമത്തെ വയസ്സ് വരെ കുട്ടിക്ക് നല്ല അദബും മര്യാദകളും പഠിപ്പിക്കണം. കുട്ടിക്ക് നല്ല അദബും മര്യാദയും പഠിപ്പിക്കണം. അത് തച്ച് പഠിപ്പിക്കണം എന്നല്ലട്ടാ, അദബും മര്യാദകളും ശീലിപ്പിക്കണം. 14ാമത്തെ വയസ്സ് മുതൽ 21ാമത്തെ വയസ്സ് വരെ നിങ്ങൾ കുട്ടിയുമായിട്ട് മാക്സിമം ഫ്രണ്ട്ലി ആവണം, നല്ല സുഹൃബന്ധം സ്ഥാപിക്കണം. ഇനി ഇവിടുത്തെ ഉപ്പമാരും ഉമ്മമാരും ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മളെ എത്ര മക്കള് നമ്മളെ അടുത്ത് വന്നിട്ട് തോളത്ത് കൈയിട്ട് ഉപ്പ ഇങ്ങോട്ട് വരി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ക ഫ്രണ്ട്ലി ആവുന്നുണ്ട്. അങ്ങനെ ആവാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും, കുട്ടി ശ്രമിച്ചാൽ പോലും രക്ഷിതാക്കള് ഉപ്പാര് വിചാരിക്കണം എന്താ അറിയോ, ഓ അങ്ങനെ ഇപ്പൊ ഇന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഫ്രണ്ട്ലി ആവുക, അങ്ങനെ കണ്ട് താന്നു കൊടുക്കേണ്ട ആളൊന്നുമല്ല ഞാന്. അങ്ങനെ മക്കളെ മുമ്പിൽ ഭയങ്കര ഹെഡ് വെയിറ്റ് ഒക്കെ വെച്ച് നിൽക്കുന്ന വാപ്പാരുണ്ട്. കുട്ടികളെ മുമ്പിൽ താന്നു കൊടുത്താൽ അവരോട് ഭയങ്കര ക്ലോസ് ആയി കഴിഞ്ഞാൽ നിലയും വലിയും പോകും, നിലവാരം നഷ്ടപ്പെടും, റെസ്പെക്ട് ഇല്ലാതായി പോകും എന്ന് തെറ്റിദ്ധരിച്ച് നടക്കുന്ന രക്ഷിതാക്കളുണ്ട്. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് 3 സ്റ്റേജാണ്. കുട്ടി ഉണ്ടായിട്ട് 7ാമത്തെ വയസ്സ് വരെ നിങ്ങൾ മാക്സിമം അവർക്ക് സ്നേഹം കൊടുത്ത് ലാളന കൊടുത്ത് വളർത്തി. 7 മുതൽ 14 വരെയുള്ള വയസ്സ് നിങ്ങൾ കുട്ടിക്ക് നല്ലോണം അദബും മര്യാദയും പഠിപ്പിക്കുക. 14 to 21 നിങ്ങൾ കുട്ടിനോട് മാക്സിമം ഫ്രണ്ട്ലി ആവി. ഇപ്പോ ഈ 3 സ്റ്റേജിലുള്ള കുട്ടികൾ ഒരുപക്ഷെ എന്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് ഉണ്ടായിരിക്കും. ഈ 3 സ്റ്റേജിൽ ഏത് സ്റ്റേജിലാണ് എൻ്റെ കുട്ടിയുള്ളത്, അപ്പൊ ഞാൻ അവനോട് എങ്ങനെ ആവണം, അത് കൃത്യമായിട്ട് തന്നെ നമുക്കൊരു ബോധം ഉണ്ടാകുക, നമ്മൾ ആ രീതിയിലൂടെ തന്നെ കടന്നു പോകുക. ഓക്കെ, നോക്കൂ നിങ്ങള്, നമ്മളൊക്കെ ഇവിടെ വന്നത് ഇന്നിപ്പോ ഒരു പാരന്റിങ് സെഷൻ ഉണ്ട് എന്ന് സ്കൂൾ മാനേജ്മെന്റ് നിങ്ങളെ അറിയിച്ചപ്പോ പല രക്ഷിതാക്കളും വലിയ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇവിടെ വന്നത്. കുറെ കാര്യങ്ങൾ അറിയണം, മനസ്സിലാക്കണം, ഇനി ഇതിന്ന് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ള നല്ല ലക്ഷ്യത്തിൽ വന്നതാണ്. എല്ലാവരും അങ്ങനെയാണ്. അപ്പോ മക്കളെ നന്നാക്കുക, ഇതാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കുക. മക്കളെ നന്നാക്കണം, എന്റെ കുട്ടീനെ നന്നാക്കണം. എന്താ ചെയ്യണ്ടേ? ഈ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ വരിക. നമ്മളെ വീട്ടിലത്തെ എല്ലാരും ശ്രദ്ധിക്കട്ട, നമ്മളെ വീട്ടിലത്തെ ക്ലോക്കിന്റെ ക്ലോക്കിന് പെൻഡുലം കണ്ടിട്ടില്ലേ, ഇങ്ങനെ ആടുന്ന ക്ലോക്കിന്റെ പെൻഡുലം ആടുന്നില്ല. അതിങ്ങനെ അതിന് മൂവ്മെന്റ് ഇല്ല എന്ന് വിചാരിക്കുക, ചലിക്കണില്ല. അപ്പൊ നമ്മൾ ക്ലോക്ക് നന്നാക്കുന്ന ആളുടെ അടുത്തേക്ക് പെൻഡുലായിട്ട് പോവാണ്. ഏത് ക്ലോക്കിന്റെ പെൻഡുലം ഊരിയിട്ട് നമ്മൾ ക്ലോക്ക് നന്നാക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് പറയാണ്, ക്ലോക്ക് കംപ്ലൈന്റ് ആണ്, പെൻഡുലം ആടുന്നില്ല, അതൊന്ന് റെഡിയാക്കി തരണം. പെൻഡുലായിട്ട് നമ്മൾ പോയേ. അപ്പൊ എന്താണ് അയാള് പറയാ, എടാ ചെങ്ങായി, ഇത് റെഡിയാക്കി തരണമെങ്കിൽ ആദ്യം ക്ലോക്ക് കൊണ്ട്. ഇവിടെ നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാരും പരാതി പറയണ എന്താ, എന്റെ കുട്ടി ശരിയല്ല, എന്റെ മോൻ ശരിയല്ല, എന്റെ മോള് ശരിയല്ല, ഓരെ നന്നാക്കണം. അതിന്റെ അടിസ്ഥാന കാരണം അന്വേഷിച്ച് പോകുമ്പോ എന്തായിരിക്കും,
കുട്ടിക്ക് കൊടുത്ത നർച്ചറിങ്, കുട്ടിയെ വളർത്തിയ രീതി, ശൈലിയിൽ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടാവും ചിലപ്പോ. എല്ലാരും അങ്ങനെയാണെന്നല്ല. കാരണം പ്രവാചകന്മാരെ മക്കളും വഴി തെറ്റിപ്പോയിട്ടില്ലേ? അപ്പൊ പരീക്ഷണങ്ങൾ ഉണ്ടാകും. നമ്മൾ മക്കളെ എത്ര ശ്രദ്ധിച്ച് വളർത്തിയാലും പരീക്ഷണങ്ങൾ സംഭവിക്കും. കുട്ടികൾ ചിലപ്പോ നമ്മൾ വിചാരിച്ചു കൊടുത്തുന്നൊക്കെ തെറ്റിപ്പോവും. എന്നാലും നമ്മൾ ചെയ്ത രീതികൾ ശരിയാണോ അല്ലേ, ഇനി അങ്ങോട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇത് നമ്മൾ എന്തായാലും ചർച്ച ചെയ്യണം. ഒരു ഗുരുവിന്റെ അടുത്ത്, ഒരു വലിയ പണ്ഡിതന്റെ അടുത്ത് ഒരു സ്റ്റുഡന്റ് വന്നിട്ട്, ഒരു ശിഷ്യൻ വന്നിട്ട് ചോദിക്കണ ചോദ്യമാണ്, ഗുരുവേ, എന്റെ മക്കളെ നന്നാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ മക്കളെ നന്നാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഗുരു പറയാണ്, നീ നന്നായാ മതി, നീ നന്നായാ മതി. അപ്പൊ അദ്ദേഹം ചോദിച്ച്, ഗുരുവേ, ഞാൻ നന്നാകാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഗുരു പറഞ്ഞു കൊടുത്ത്, മക്കളെ നന്നാക്കുന്ന പണി നിർത്തിയാ മതി. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കൂ, അത് ശരി, പാരന്റിങ് സെഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് മക്കളെ നന്നാക്കുന്ന പണി നിർത്തിയാ മതി എന്നാണോ പറയുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? മക്കളെ നന്നാക്കണ്ടേ, തീർച്ചയായിട്ടും നന്നാക്കണം. പക്ഷേ നമ്മൾ പലപ്പോഴും കുട്ടികളെ നന്നാക്കുക എന്ന പേര് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന എന്താ, ബാക്കിയുള്ളവരെങ്ങനെയാണോ കുട്ടിനെ നന്നാക്കാൻ സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടി എടുത്ത ഫ്രെയിം, അതേ ഫ്രെയിം തന്നെ നമ്മളെ കുടുംബത്തിൽ വന്ന് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പുറത്തെ കുടുംബത്തില് നമ്മളുടെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ അവരെ മക്കളെ നന്നാക്കാൻ വേണ്ടി അവർ അപ്ലൈ ചെയ്ത ഫ്രെയിം, ആ ഫ്രെയിം തന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കുട്ടികളുടെ ഇടയിൽ അപ്ലൈ ചെയ്യും. അവരുടെ സിറ്റുവേഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും, വേറെ തന്നെ ആയിരിക്കും. നമ്മളെ കുടുംബത്തിന്റെ അവസ്ഥ വേറെ തന്നെ ആയിരിക്കും. അതേ സിസ്റ്റം എടുത്തിട്ട് നമ്മളെ കുടുംബത്തിൽ കൊണ്ടുവന്ന് പയറ്റാൻ പറ്റൂല. അപ്പൊ നമ്മളുടെ കുടുംബത്തിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് വേണം പാരന്റിങ് നിർവഹിക്കാൻ. മനസ്സിലായല്ലോ? അപ്പൊ ഗുരുവിനോട് ചോദിച്ചപ്പോ ഗുരു പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ നന്നാകാൻ എന്താ ചെയ്യേണ്ടത്, അല്ല എന്റെ മക്കളെ നന്നാക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഗുരു പറയണ, നീ നന്നായാ മതി, നീ നന്നായാ മതി. ശരിക്കും നമ്മൾ കുറെ മാറിയാൽ തന്നെ മക്കളും മാറും, അല്ലെ? സത്യല്ലേ? ഞാന് ഒരു കാര്യം പറയാം. എല്ലാവരും ഈ ഇടത്തെ കൈ ഒന്ന് ഉയർത്തി പിടിക്കും. എല്ലാവരും ഇടത്തെ കൈ ഇങ്ങനെ ഉയർത്തി പിടിക്കും. പിടിച്ചല്ലോ ഇടത്തെ കൈ. ഇനി ഈ 4 വിരലും മടക്കി, ഞാൻ ചെയ്യുന്ന പോലെ ഈ 4 വിരലും മടക്കിയിട്ട് ചൂണ്ടുവിരൽ മാത്രം എടുക്കി. എടുത്തല്ലോ? എല്ലാ വിരലും മടക്കല്ലേ, ചൂണ്ടുവിരൽ എടുക്കി. ചൂണ്ടുവിരൽ പൊക്കി പിടിക്കി, ഈ വിരൽ പൊക്കി പിടിക്കി, ബാക്കി വിരലൊക്കെ മടക്കിക്കോളി. ഇനി ഒരു 3 വട്ടം ഇങ്ങോട്ട് കറക്കി. ഓക്കെ, സ്റ്റോപ്പ്. ഇനി ഒരു 3 വട്ടം ഓപ്പോസിറ്റ് സൈഡിലേക്ക് കറക്കി. ഓക്കെ, കറക്കല്ലോ. ഇനി ഇതാ എല്ലാരും ഇതേപോലെ ഈ ഒരു വിരല് കൊണ്ടുപോയിട്ട് ഒന്ന് താടയിൽ വെച്ചാണ്, താടയിലിട്ടാ. നിങ്ങളെ താട ഇതാണ്, ഇതാണ് നിങ്ങളെ താട. ഇവിടെ ഒരാള് തലയിൽ വെച്ചിരുന്നു. താട താട കവിളിൽ വെക്ക താട. ഓക്കെ ഓക്കെ. ഞാന് താടയിൽ വെച്ചാണെന്ന് പറഞ്ഞിട്ട് താട ഇതാണ്, ഞാൻ കൊണ്ടുപോയി വെച്ചത് കവിളിലാണ്. നിങ്ങളെല്ലാവരും കവിളിൽ വെച്ച്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് താടയിൽ വെക്കാനാണ്. മനസ്സിലായോ? താട എന്ന് പറഞ്ഞാൽ ഇതാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ താടയിൽ വെക്കാനാ പറഞ്ഞത്. പക്ഷെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഈ കൈ നേരെ കൊണ്ടുപോയി കവിളത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു താടയിൽ വെക്കുന്നു. അപ്പൊ നിങ്ങൾ എന്റെ വാക്ക് ശ്രദ്ധിച്ചില്ല. ഞാൻ എന്താണോ ചെയ്തത് അത് പോയി ചെയ്തു. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവുക? നമ്മൾ ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് കുട്ടീനോട് നിസ്കരിച്ചാ പഠിച്ചാ ഖുർആൻ ഓതിയ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ പോയിട്ട് ആ സമയമാകുമ്പോ ഖുർആൻ എടുത്ത് ഇങ്ങനെ ഓതുക, കുറച്ചേരം പുസ്തകം ഇങ്ങനെ എടുത്ത് വായിക്കുക, ഫോണൊക്കെ സമയം എടുത്തൊന്ന് മാറ്റി വെച്ചിട്ട് ഉമ്മയും ഉപ്പയും കുറച്ചേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുക, സംസാരിച്ചിരിക്കുക. അപ്പൊ ഇതൊക്കെ കാണുമ്പോ കുട്ടിക്ക് മനസ്സിലാവും, ഞാനും ഈ ടൈമിൽ ഫോൺ എടുക്കാൻ പാടില്ല, ഞാനും ആ സമയമാകുമ്പോൾ നിസ്കരിക്കണം, കാരണം എൻ്റെ ഉമ്മിപ്പൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ അഡ്വൈസ് കൊടുത്തിട്ട് ഉപദേശ അമ്മാവന്മാരാകേണ്ട അവസ്ഥ ഇല്ല. നമ്മൾ ചെയ്താൽ തന്നെ കുട്ടി അത് ചെയ്യും. നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല കുട്ടികൾ അനുസരിക്കുക. എന്താണോ ചെയ്യുന്നത് അതാണ് കുട്ടി അനുകരിക്കുക. മനസ്സിലായോ? എന്താണോ ചെയ്യുക അത് കുട്ടി അനുകരിക്കും. ഞാനതാ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ഇങ്ങനെ കൈ തിരിക്കാൻ പറഞ്ഞു, നിങ്ങൾ കൈ തിരിച്ചു. ഓപ്പോസിറ്റ് തിരിക്കാൻ പറഞ്ഞു, തിരിച്ചു. നേരെ ഞാൻ പോയിട്ട് പറഞ്ഞു, ഈ കൈ പോയിട്ട് വിരല് കൊണ്ടുപോയിട്ട് താടയിൽ വെക്കണം എന്ന് പറഞ്ഞു. നിങ്ങള് ഞാൻ എന്താണ് ചെയ്തത് അതേപോലെ പോയിട്ട് കവിളത്ത് വെച്ചത്.
ഞാൻ കവിളത്ത് വെച്ചപ്പോൾ നിങ്ങളും കവിളത്ത് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ കേട്ടത്, ചെയ്തതാണ് നിങ്ങൾ ചെയ്തത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്താണോ കുട്ടികളോട് ചെയ്യാൻ പറയുന്നത് അതാണ് കുട്ടികൾ അനുസരിക്കുക. ചെയ്ത് കാണിക്കുന്നത്, നമ്മളിങ്ങനെ പിന്നാലെ നടന്ന് ഉപദേശിക്കുന്നതിനപ്പുറത്ത് നമ്മളാണ്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു നോക്കി. കുട്ടികൾ എന്ന് പറയുന്നത് എമിറ്റേഷന്റെ കിങ്സ് ആണ്, രാജാക്കന്മാരാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അനുകരിക്കുക എന്നുള്ളത്, മനസ്സിലായോ? അതുകൊണ്ടാണ് അവർ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനൊക്കെ അനുകരിക്കുന്നത്. വീട്ടിലിപ്പോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാണാം ചുമരുമലൊക്കെ സ്പൈഡർമാൻ ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതെന്താണ്? അവരിപ്പോ ഇറങ്ങിയ ലേറ്റസ്റ്റ് സ്പൈഡർമാൻ സീരീസ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് സ്പൈഡർമാൻ ആവാൻ തോന്നുകയാണ്, സൂപ്പർമാൻ ആവാൻ തോന്നുകയാണ്. നമ്മളും എന്താണോ ലൈഫിൽ നമ്മൾ നമ്മുടെ ലൈഫ് കൊണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് അത് കുട്ടികളെ അനുസരിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എത്ര ഉള്ളൂ, മക്കളെ നന്നാക്കാൻ എന്താ ചെയ്യേണ്ടത്? നീ നന്നായാ മതി. അപ്പൊ ഞാൻ നന്നാകാൻ എന്താ ചെയ്യേണ്ടത്? മക്കളെ നന്നാക്കുന്ന പണി നിർത്തിയാൽ മതി. മക്കളെ നന്നാക്കണ്ടേ? തീർച്ചയായിട്ടും നന്നാക്കണം. പക്ഷേ മക്കളെ നന്നാക്കുന്നതിനൊരു ഫ്രെയിം ഉണ്ട്. വേറെ ആരെങ്കിലും അവരെ കുട്ടികളെ നന്നാക്കാൻ ഉപയോഗിച്ച ഫ്രെയിം അല്ല നമ്മളെ കുട്ടികളെ കൊണ്ടുവന്ന് നന്നാക്കാൻ ഉപയോഗിക്കേണ്ടത്. ഇവിടെ എത്ര ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റൗവും ഒരു ഗ്യാസും കുറച്ച് ചായപ്പൊടിയും കുറച്ച് പാൽപ്പൊടിയും അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ തന്നു, എല്ലാവർക്കും തന്നു. ഒരു പാത്രത്തിൽ വെള്ളവും തന്നു. ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. 100 പേരുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 50 പേരുണ്ട്. 50 പേരും ചായ ഉണ്ടാക്കി. എല്ലാവർക്കും ഒരേ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചായപ്പൊടിയും വെള്ളവും പഞ്ചസാരയും ഒക്കെ കൊടുത്തത്. ഇവിടെ എത്ര പേരുണ്ടോ എല്ലാവരും ഉണ്ടാക്കിയ ചായ ഡിഫറെന്റ് ആയിരിക്കും. പറയുമ്പോ ഞാൻ തന്നത് സെയിം അളവിലുള്ള സാധനമാണ്, എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ചായ ഡിഫറെന്റ് ആണ്. ഇതേപോലെ അള്ളാഹു നമുക്കൊക്കെ മക്കളെ തന്നിട്ടുണ്ട്. എന്റെ കുട്ടി എന്തുകൊണ്ട് ഓന്റെ കുട്ടിന്റെ പോലെ ആയില്ല, ഇങ്ങനെ വാശി പിടിക്കുക, ഇങ്ങനെ ചിന്തിക്കുന്നിട്ട് അതിന് ടെൻഷൻ അടിക്കുക. അപ്പുറത്തെ വീട്ടിലെ കുട്ടി നോക്ക്, നമ്മളെ കസിന്റെ കുട്ടീന്റെ അവസ്ഥ നോക്ക്, ഓൾ എത്ര മാർക്ക് വാങ്ങി, അവളെ അവസ്ഥ എന്താ, ആ കുട്ടി എത്ര നല്ല കുട്ടിയാ പറഞ്ഞ അപ്പ കേൾക്കും. ഇങ്ങനെ നമ്മൾ വാശി പിടിക്കല്ലേ. നാച്ചർന്നും നർച്ചർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. നാച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ക്രോമസോമും നമ്മൾ ബയോളജിക്കലി ജീവശാസ്ത്രപരമായി നമ്മളെ ക്രോമസോമും നമ്മളെ ഭാര്യന്റെ ക്രോമസോമും അതും കൂടി രണ്ടും കൂടി കൂടിയതാണ് കുട്ടിക്ക് കിട്ടുക. അതാണ് നാച്ചർ. മത്തം കുത്തിയാൽ മത്തനെ മുളക്കുള്ളൂ, കുമ്പളം മുളക്കൂല. മനസ്സിലായോ? നമ്മളെ കുട്ടി മറ്റുള്ള കുട്ടികളെ പോലെ ആവണം എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് ആദ്യം എന്തായിരുന്നു എന്റെ സ്വഭാവം, ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതും ആദ്യം ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ചിന്തിക്കുക, സ്വാഭാവികമായിട്ടും എന്റെ കുറച്ച് സ്വഭാവം ആ കുട്ടിക്ക് കിട്ടുമല്ലോ, എന്റെ ഭാര്യന്റെ സ്വഭാവം ആ കുട്ടിക്ക് കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുക. ഇതൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. അതെവിടെ? നർച്ചറിങ്. കുട്ടിനെ വളർത്തുന്നിടത്ത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മൾ കുട്ടീനെ ഇങ്ങനെ പിടിച്ച് നമ്മൾ വാശി പിടിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്കണം എന്ന് വിചാരിച്ച് കഷ്ടപ്പെടല്ല വേണ്ടേ. കുട്ടി വളർന്നോളും. അല്ലാഹു തആല അതിന് വളരാൻ ആവശ്യമായി എല്ലാതും കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ആ വളരുമ്പോ അതിനെ ഏറ്റവും നല്ല രീതിയിലാക്കുക. വളരാൻ ആവശ്യമായ ഒരു എൻവിയോൺമെന്റ്, ഒരു അന്തരീക്ഷം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നോക്കൂ നിങ്ങള്, ഒരു ഗാർഡൻ പൂന്തോട്ടം കൊണ്ടടക്കുന്ന ഒരാള്, അയാള് ഒരു പൂന്തോട്ടം നന്നായിട്ട് കൊണ്ടടക്കുന്നുണ്ട്. നല്ല പൂക്കളും ചെടികളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ്, എന്റെ വീട്ടിൽ ഞാൻ കുറെ ചെടി കുഴിച്ചിട്ട് നോക്കി, ഒന്നും മര്യാദക്ക് വളരുന്നില്ല. എന്റെ വീട്ടിൽ ഞാൻ കുറെ പൂക്കൾ കുഴിച്ചിട്ട് നോക്കി, ഒന്നും വളരുന്നില്ല. നിങ്ങളുടെ പൂന്തോട്ടത്തിൽ എങ്ങനെയാണ് ഇത്ര നല്ല ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പൂക്കൾ ഉണ്ടാവുന്നത്? അപ്പോ അയാള് പറയാണ്, ഗാർഡനർ പറയാണ്, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല, പൂക്കൾ അങ്ങനെ വളരുന്നുണ്ട്, ചെടികൾ അങ്ങനെ ഭംഗിയായിട്ട് ഉണ്ടാവുന്നുണ്ട്. അത് വളരാൻ ആവശ്യമായ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ അത് മാത്രമേ ചെയ്തു കൊടുക്കുന്നുള്ളൂ. അതാണ് അദ്ദേഹം പറഞ്ഞത്, the reason these flowers bloom so beautifully is because I created the right environment for them to grow. ആ ചെടികളും ആ പൂക്കളും വളരാൻ ആവശ്യമായ ഒരു റൈറ്റ് എൻവയോൺമെന്റ്, ഒരു ശരിയായ അന്തരീക്ഷം അത് ഞാൻ കൊടുത്തു. നമ്മളെ കുട്ടികൾ നല്ല മക്കളായിക്കോളും. നമ്മൾ എന്ത് ചെയ്താൽ മതി, നല്ല കുട്ടികളായി വളരാൻ പറ്റുന്നൊരു ചുറ്റുപാടുണ്ട്, അത് നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. അതാണ് നർച്ചറിങ്. അവർക്കുള്ളൊരു നേച്ചർ ഉണ്ട്, ആ നേച്ചറിൽ അവർ വളരും. ആ നേച്ചറിനെ ഏറ്റവും നന്നായിട്ട് ഗൈഡ് ചെയ്യുക, അതിനെ ഏറ്റവും നന്നായിട്ട് ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നർച്ചർ ചെയ്യുക. നല്ല രൂപത്തിൽ അതിന് ആവശ്യമായ ഒരു എൻവയോൺമെന്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക.
അല്ലാതെ നമ്മള് ബാക്കിയുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്റെ കുട്ടി ഇങ്ങനെ ആവണം എന്നൊക്കെ വാശി പിടിച്ചിട്ട് നമ്മൾ വേറൊരു തലത്തിലേക്ക് നമ്മുടെ പാരന്റിങ് കൊണ്ടുപോയാൽ അത് ഭയങ്കര അപകടം ഉണ്ടാക്കുക. നമ്മൾ വിചാരിച്ച റിസൾട്ട് അല്ല ഉണ്ടാവുക. ഓക്കെ, നോക്കൂ, നിങ്ങൾ പല ടൈപ്സ് ഓഫ് പാരന്റിങ് ഉണ്ട്. ഇനി ഞാൻ 4 ടൈപ്പ് ഓഫ് പാരന്റിങ് പറയാം. ഇവിടെ 4 ടൈപ്സ് ഓഫ് പാരന്റിങ്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മള്. ഓക്കെ, ഒന്ന് CCTV പാരന്റിങ്. ഇതിനെ പണ്ട് കുറെ മുമ്പ് പറഞ്ഞിരുന്നത് ഹെലികോപ്റ്റർ പാരന്റിങ് എന്നാണ്. ഹെലികോപ്റ്ററിന്റെ പണി എന്താ, ഇങ്ങനെ പറന്നിട്ട് എന്താണ് താഴെ സംഭവിക്കുന്നത് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാനാണ് പണി. CCTVന്റെ പണി അതന്നെയാണ്. അതിങ്ങനെ നോക്കിയിട്ട് ആരൊക്കെയാണ് അതിലൂടെ പോണത് അതൊക്കെ ക്യാപ്ചർ ചെയ്തെടുക്കുക, അതൊക്കെ ഇതാക്കി എടുക്കുക. CCTV പാരന്റിങ് എന്ന് പറഞ്ഞാല് കുട്ടി ഇങ്ങനെ നടക്കുന്നിടത്തും പോകുന്നിടത്തും ഫുള്ളായിട്ട് കുട്ടീന്റെ പിന്നാലെ പോയിട്ട് അതിനെ മാക്സിമം പ്രയാസപ്പെടുത്തുക. കുട്ടിക്ക് തന്നെ മനസ്സിലാവണം എന്റെ ഉമ്മാക്കോ എന്റെ ഉപ്പാക്കോ എന്തോ ഭയങ്കര സംശയരോഗമാണ് ഇന്നെ. എന്ത് കാര്യത്തിന് എങ്ങോട്ട് പോയാലും എന്തിനു തിരിഞ്ഞാലും എന്തവിടെ പോയി ഫോണുമ്മ കുറച്ചേരം ഇരുന്നാൽ അപ്പോഴേക്ക് പാളി നോക്കുക. ഓന് റൂമിലേക്ക് പോകുമ്പോഴേക്ക് റൂമും എല്ലാം നോക്കിയിരിക്കുക. ഇതൊരു തരം ടോർച്ചറിങ് ആണ്. ഇത് കുട്ടിയെ നമ്മൾ വിചാരിക്കണം എന്താ, എന്റെ കുട്ടി തെറ്റിലേക്ക് പോകരുത്, നമ്മുടെ ഇന്റൻഷൻ നല്ലതാ, പക്ഷെ നമ്മൾ സ്വീകരിക്കുന്ന രീതി നല്ലതല്ല. അത് കുട്ടികളിൽ ഭയങ്കര പ്രയാസം ഉണ്ടാക്കുക ചെയ്യാം. അപ്പൊ CCTV പാരന്റിങ് പാടില്ല എന്ന് കരുതിയിട്ട് കുട്ടി എങ്ങനെങ്കിലും ആയിക്കോട്ടെ, അങ്ങനല്ല. ശ്രദ്ധിക്കേണ്ടയിടത്തൊക്കെ ശ്രദ്ധിക്കണം. എല്ലാത്തിനും ഒരു മിഡ് പാത്ത് വേണം, ഒരു മധ്യമാവസ്ഥ വേണം. അവിടെ കുട്ടീനെ ശ്രദ്ധിക്കണം. കുട്ടീന്റെ ബാഗിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മളൊന്ന് ഇടക്കെടുത്ത് നോക്കണൊക്കെ നല്ല തന്നെയാണ്. കുട്ടീന്റെ പേഴ്സ് കിട്ടിയാൽ അതിലൊക്കെ ഒന്ന് നോക്കാം, ഇടക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ. കാണുമ്പോഴേക്കന്നെ പൊട്ടിത്തെറിച്ച് ആകെ പ്രശ്നമായി ചൂടാവല്ല, ഇതെന്താണെന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. എന്നിട്ട് അവരെ ഏറ്റവും നല്ല രീതിയിൽ ഉപദേശിച്ചു കൊടുക്കുക. അപ്പോ കുട്ടിന്റെ ഫ്രണ്ട്സ് ആരാണ് ഒക്കെ നോക്കുന്നത് നല്ലതാണ്. അവർക്ക് വേണ്ട സമയത്തുള്ള ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം. എന്നാൽ അതിന്റെ എക്സ്ട്രീമിലേക്ക് പോകാൻ പാടില്ല. ചില പാരന്റ്സ് അങ്ങനെയാണ്, ഭയങ്കര CCTV പാരന്റിങ് നടത്തും. ചിലത് മാർട്ടയർ പാരന്റിങ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയാവുക. അതായത് എനിക്കിപ്പോ കുട്ടികളും മക്കളൊക്കെ ആയി, ഇനി എനിക്ക് ജീവിതത്തിൽ ഒരു സുഖം വേണ്ട, എന്റെ കുട്ടിക്കും വേണ്ടി ഷഹീദാവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിക്കും വേണ്ടി ഞാൻ മരിക്കും. എന്റെ കുട്ടി ഈ ഒരു ചിന്ത മാത്രം. നമുക്ക് ഒരു സുഖം വേണ്ട ജീവിതത്തിൽ. അങ്ങനെ ഒരു പാരന്റിങ് ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു പാരന്റിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കുട്ടികൾ മര്യാദക്ക് വളർന്നോളും. എന്റെ കുട്ടീച്ചിട്ട് ഭയങ്കരമായിട്ട് അവരെ കാര്യത്തിൽ അമിതമായൊരു ചിന്ത, എന്നിട്ട് ഓവർ തിങ്കിങ്, അതിൽ ടെൻഷൻ അടിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ ആവശ്യമില്ല. കുട്ടിക്ക് വേണ്ടിച്ചിട്ട് നമ്മളെല്ലാ സുഖവും മാറ്റിവെക്കുക, എന്നിട്ട് കുട്ടിക്ക് വേണ്ടി ഷഹീദാവുക, അങ്ങനത്തെ ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു പാരന്റിങ് ആവശ്യമില്ല. അതാണ് മാർട്ടയർ പാരന്റിങ്. പിന്നെ envy പാരന്റിങ് എന്ന് പറഞ്ഞാൽ അസൂയുള്ള പാരന്റിങ്. അതെന്താണ്? ഞാൻ ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിച്ച് ഡോക്ടർ ആവാൻ പറ്റിയില്ല, എന്നാ എന്റെ കുട്ടി ഡോക്ടർ ആവണം. എന്റെ കുട്ടി എനിക്ക് കിട്ടിയില്ല, എന്റെ കുട്ടിക്ക് അത് കിട്ടണം. ഒരു തരം അസൂയ. അങ്ങനെ ആ അസൂയയിൽ നിന്നുണ്ടാവണ പാരന്റിങ്. കുട്ടിന്റെ കഴിവ് എന്താ നോക്കിയിട്ട് അതിൽ വളർത്തല്ല. കുട്ടിക്ക് ചിലപ്പോൾ നല്ല കഴിവ് വേറെ ഫീൽഡിലായിരിക്കും, അതിൽ വളർത്തിയാൽ അതിലവനേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്താല് ചിലപ്പോ അവൻ ലോകം അറിയപ്പെടുന്ന ഒരാളായി മാറും. അതല്ല ചെയ്യാ. അപ്പുറത്തെ കുട്ടി എങ്ങനെയാണ്, ഫാമിലിയിലുള്ള അവരെങ്ങനെയാണ്, ആ കുട്ടിക്ക് എങ്ങനെ മാർക്കിട്ട് എന്നാ ഇവനും അതേപോലെ കിട്ടണം. അപ്പൊ കുട്ടിന്റെ കഴിവ് എന്താ, പൊട്ടൻഷ്യൽ എന്താ നോക്കിയിട്ടല്ല പാരന്റിങ് നടത്തുക. നമ്മൾ പാരന്റ്സ് ആണെങ്കിൽ എന്റെ കുട്ടിന്റെ കഴിവ് എന്താണ്, അവർക്ക് എന്തിലാണ് സ്കില്ല്, ഇത് കൃത്യമായി അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. പിന്നൊന്നാണ് റിലേ പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്താ? റിലേ കണ്ടില്ലേ? റിലേ മത്സരം, റിലേ കോമ്പറ്റീഷൻ. ഒരാൾ ഓടും, ആ ബാറ്റൺ ഉണ്ടാവും, അത് ആ ടീമിലുള്ള മറ്റേയാൾക്ക് കൊടുക്കും, അയാൾ എടുത്തോടും. ഇതേപോലെ ഞാൻ ടീച്ചറാണ്, അപ്പൊ എന്റെ കുട്ടിയും ടീച്ചർ തന്നെ ആവണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാ, കുട്ടിക്ക് ചിലപ്പോ നല്ലൊരു സയന്റിസ്റ്റ് ആവാനുള്ള കഴിവുണ്ടാവും, അല്ലെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ടപ്പിനെ കുറിച്ച് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള കുട്ടിയായിരിക്കും. അപ്പൊ കുട്ടീനെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല മോനെ, ഞാൻ ടീച്ചറായിരുന്നു, ഇജും ടീച്ചർ തന്നെ, അങ്ങനെ പിടിച്ച് നിർബന്ധിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും ആവശ്യമില്ല. കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് അവരെ വളർത്താൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടീച്ചേഴ്സ് ആർ മെന്റേഴ്സ് എന്ന് പറയുന്നത്. മെന്ററിങ് ആണ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് റോളില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നാളെ റിസൈൻ ചെയ്ത് പോയിക്കോട്ടെ എന്നല്ല.
ഞാൻ പറയുന്നത് ടീച്ചർമാര് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും ക്വാളിറ്റി ക്ലാസ്സുകൾ ഇന്ന് AI വെച്ച് കിട്ടും. നമ്മളൊക്കെ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻ കുട്ടി ഓൾറെഡി തലയിലാക്കിയിട്ടുണ്ട്. ഇൻഫർമേഷൻ ഓവർലോഡഡ് എന്നുള്ളത് ജെൻസിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അറിയോ, ഇപ്പത്തെ മക്കളെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ? നമ്മൾ പണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചതും അതിനോട് കണക്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചതും ഉമ്മിപ്പിയും പറഞ്ഞതും നാട്ടുകാർ പറഞ്ഞതുമായിട്ടുള്ള ഒരു അറിവേ ഉള്ളൂ. കുട്ടി അങ്ങനല്ല. ഇന്ന് നമ്മളൊരു സാധനം ക്ലാസ് എന്ന് പറഞ്ഞു കൊടുക്കും, കുട്ടി നേരെ പോയിട്ട് അത് സെർച്ച് ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത റീല് വീഡിയോ വരും, കുട്ടി അതും സെർച്ച് ചെയ്യും, നോക്കും. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ നേരെ എതിരായിട്ടുള്ള കാര്യങ്ങളും കുട്ടിക്ക് കിട്ടും. പല വിഷയങ്ങൾ, ഒരു കാര്യത്തിൽ തന്നെ പല പല വിഷയങ്ങൾ കുട്ടി മനസ്സിലാക്കും. കുട്ടിക്ക് ഇൻഫർമേഷൻ ഓവർലോഡഡ് ആയി, കുട്ടി ആകെ കൺഫ്യൂസ്ഡ് ആയി. ഇതിലിപ്പോ ഏതെടുക്കുക? ടീച്ചറെ വിശ്വസിക്കണോ അതല്ല സോഷ്യൽ മീഡിയന്റെ അൽഗോരിതത്തെ വിശ്വസിക്കണോ? ആകെ കുട്ടിക്ക് കൺഫ്യൂഷൻ ആയി. കാരണം അത്രയും ഇൻഫർമേഷൻ തലേക്ക് കയറുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ തറ പറ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല ക്ലാസ്സുകൾ ഇന്ന് യൂട്യൂബിൽ കിട്ടും. നമ്മൾ ഇവിടെ കൊടുക്കുന്ന എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിൽ ഹൈ സ്റ്റാൻഡേർഡിൽ കിട്ടും. പിന്നെ എന്താ ചെയ്യേണ്ടേ? കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് അവരെ നമ്മൾ മെന്റർ ചെയ്യാം. അപ്പൊ കുട്ടി തെറ്റായ റൂട്ടിലാ പോണെന്നുണ്ടെങ്കിൽ അതിനെ ഗൈഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ടീച്ചേഴ്സ് എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ 4 ആൾക്കാരെ പേര് പറയാം, 4 ആളുകളെ പേര് പറയാം. അതിൽ ആരാണ് ജീനിയസ് എന്നുള്ളത് പറയണം. ബസീർക്ക പറയണ്ട, ബാക്കിയുള്ളവർ പറഞ്ഞത്. ഞാൻ 4 ആളുകളെ പേര് പറയാം. അതിൽ ഏറ്റവും ജീനിയസ് ആരാന്നുള്ളത് നിങ്ങൾ പറയണം. 1 ക്രിസ്ത്യാനോ റൊണാൾഡോ, അറിയണ്ടാവും. 2 ആൽബർട്ട് ഐൻസ്റ്റൈൻ. 3 നരേന്ദ്രമോദി. 4 സച്ചിൻ ടെണ്ടുൽക്കർ. ഓക്കെ, 4 ആൾക്കാരെ പേര് പറഞ്ഞ്. 1 ക്രിസ്ത്യാനോ റൊണാൾഡോ, 2 ആൽബർട്ട് ഐൻസ്റ്റൈൻ, 3 നരേന്ദ്രമോദി, 4 സച്ചിൻ ടെണ്ടുൽക്കർ. ഇതിൽ ആരാ ഏറ്റവും ജീനിയസ്? ആൽബർട്ട് ഐൻസ്റ്റൈൻ അല്ലെ രണ്ടാമത് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കി വെച്ചു, സയൻസും മാത്തമാറ്റിക്സും ഒക്കെ അറിഞ്ഞാല്, ശാസ്ത്രവും കണക്കൊക്കെ പഠിച്ചാല് അയാൾ ജീനിയസ് ആണ്. ഇതില് 4 ആൾക്കാരും ജീനിയസ് ആണ്. 4 പേരും ജീനിയസ് ആണ്. ആരാ പറഞ്ഞത് ഈ ജീനിയസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ച ആൾക്കാർ മാത്രം ജീനിയസ് എന്ന്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്താ സച്ചിൻ ടെണ്ടുൽക്കർ ജീനിയസ് അല്ലേ? നരേന്ദ്രമോദി ജീനിയസ് അല്ലേ? അയാൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കിയ ജീനിയസ് ആണ്. ലോകത്തെ ഏറ്റവും വലിയൊരു ഡെമോക്രാറ്റിക് കൺട്രിയുടെ ഒരു മതേതര ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുകയാണെന്ന് നോക്കുമ്പോ അതൊരു നിലക്ക് നോക്കിയ ജീനിയസ് തന്നെയാണ്. അവിടെ എത്തിപ്പെട്ടു എന്നുള്ളത്, അത് ഏത് വഴിയാണ് എന്താണെന്നുള്ളതൊക്കെ വേറെ വിഷയം. അവിടെ എത്തിപ്പെട്ടല്ലോ, അതൊരു ജീനിയസ് ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ജീനിയസ് അല്ലേ? ആണ്. അങ്ങനെ നോക്കുമ്പോ എല്ലാവരും ജീനിയസ് ആണ്. ഇതിൽ നമുക്ക് തോന്നുകയാണ് സയൻസും മാത്തമാറ്റിക്സും പഠിച്ചത് കൊണ്ട് ഐൻസ്റ്റീൻ ജീനിയസ് ആയി. അങ്ങനല്ല, എല്ലാവരും ജീനിയസ് ആണ്. നമ്മളെ കുട്ടികൾക്ക് ഓരോരോ കഴിവുകളുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് അതിൽ വളർത്താൻ അവരെ പറ്റണം എന്ന് കരുതിയിട്ട് ഇപ്പൊ എന്റെ കുട്ടി നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും, അല്ലെങ്കിൽ സ്പോർട്സിൽ ഭയങ്കര കഴിവാണ്, എന്നാ പിന്നെ ഓൻ പഠിക്കൊന്നും വേണ്ട, നേരെ ഫുട്ബോൾ കളിക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാരനായിക്കോട്ടെ, അല്ലെങ്കിൽ ഓനെ സ്പോർട്സിലാണ്ട് വിടാം. അങ്ങനെയാണോ? അല്ല. കൊടുക്കേണ്ട സമയത്ത് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണം, നന്നായിട്ട് പഠിപ്പിക്കണം, നല്ലോണം അവർ പഠിക്കണം. എന്നിട്ട് അവർ അതിലൂടെ ലോകം അറിയപ്പെടുകയാണെങ്കിൽ അറിയപ്പെടട്ടെ. അതിലൂടെ അവർക്ക് നല്ല റോൾ മോഡൽ ആകാൻ പറ്റുമെങ്കിൽ, ആളുകളുടെ ഇടയിൽ നല്ല ഐക്കണാകാൻ പറ്റുമെങ്കിൽ അവരങ്ങനെ ആവട്ടെ. എല്ലാവരും ആൽബർട്ട് ഐൻസ്റ്റൈൻ ആവണം, എല്ലാവരും ഐസക് ന്യൂട്ടൺ ആവണം, എല്ലാവരും APJ അബ്ദുൽ കലാം ആകണം എന്ന് ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല. ഒരു സ്കൂളിൽ നല്ല ലൈബ്രറി സെറ്റ് ചെയ്ത് കൊടുക്കണം. കുട്ടികൾ നന്നായിട്ട് വായിച്ച് ആ സ്കൂളിൽ നിന്ന് APJ അബ്ദുൽ കലാം ഉണ്ടാവട്ടെ. അതേ സ്കൂളിൽ നിന്നും ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയും മഹേന്ദ്ര സിംഗ് ധോണിയും വിരാട് കോഹ്ലിയും ഒക്കെ ഉണ്ടാവട്ടെ. അങ്ങനെ കഴിവുള്ളവരുണ്ടാവട്ടെ. എല്ലാവരും ഒരേ ഫീൽഡിൽ വരണമെന്ന് ചിന്തിക്കുന്നതിലോ വാശി പിടിക്കുന്നതിലോ അർത്ഥമില്ല. നമ്മളെ കുട്ടിന്റെ കഴിവ് എന്താന്ന് ഉപ്പ എന്നുള്ള എനിക്ക് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവും. അത് തിരിച്ചറിഞ്ഞിട്ട് അവരെ അതിൽ വളർത്താൻ നമുക്ക് പറ്റിയാണ് വേണ്ടത്. ഓക്കെ, ഇനി പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മളെ മക്കളോട് നമ്മൾ പെരുമാറുന്ന ഒരു രീതി എങ്ങനെയാണെന്നുള്ളത്. മക്കളോട് നമ്മൾ പെരുമാറുന്ന ഒരു രീതി, സുഹൃത്തുക്കളോട് നമ്മൾ പെരുമാറുന്ന രീതി. നമ്മൾ പറയും എന്റെ കുട്ടിക്ക് ജീവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആ ജീവനായതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ കുട്ടികളോട് കയർക്കണതും ദേഷ്യപ്പെടുന്നതും അടിക്കണമൊക്കെ. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും കുട്ടി നമ്മളെ അടുത്ത് തന്നെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് അറിയാം. ഞാനൊരു കാര്യം, ഒരു സംഭവം പറയാം, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും.
നമ്മളൊരു കല്യാണത്തിന് പോവാൻ നിൽക്കുകയാണ്. നമ്മളെ ഫാമിലിയിലുള്ളൊരു കല്യാണം. ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് ലേറ്റ് ആയിക്കണ്, ഇറങ്ങാൻ ലേറ്റ് ആയി. ശരിക്കും ലേറ്റ് ആയതിന്റെ കാരണം നമ്മൾ തന്നെയാണെന്ന് വിചാരിക്കാം. നമ്മളെ കുട്ടിയുണ്ട് നമ്മളെ കൂടെ, കുട്ടി മാറ്റി ഇറങ്ങി, നമ്മളാണ് ലേറ്റ് ആവാൻ കാരണം. എന്നിട്ടും നമ്മൾ കുട്ടീനെ കുറ്റപ്പെടുത്തും. നീ കാരണമാണ് ഞാൻ ലേറ്റ് ആയത്. അങ്ങനെ ആ കുട്ടീനെ കുറെ കേഴ്സ് ചെയ്ത് ബ്ലെയിം ചെയ്ത് കുറ്റപ്പെടുത്തി ശപിച്ച് പറഞ്ഞ് അങ്ങനെ പോവും. കല്യാണത്തിന് പോകുമ്പോ കുറെ ചോദ്യങ്ങളും പ്രയാസവും നമ്മളെ മനസ്സിൽ. വന്ന ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ പോയിട്ടുണ്ടാവോ, ചോറ് കഴിഞ്ഞിട്ടുണ്ടാവോ, അങ്ങനെ ആകെ ഇടങ്ങേറാണ് നമ്മൾ പോണത്. ഓൾറെഡി ലേറ്റ് ആയിക്കണ്. അങ്ങനെ ധൃതി പിടിച്ച് നേരം വൈകി കല്യാണത്തിന് പോകുന്ന നമ്മൾ, പോകുന്നതിന്റെ ഇടയില് നമ്മൾ ഒരു കാലം ഇങ്ങനെ വെച്ചാൽ മതി. കുട്ടിക്ക് ആ സമയം 2 തവണ കാല് വെക്കേണ്ടി വരും. നമ്മളെ അടുത്ത് ഓടി എത്തൂല. എന്നിട്ട് കുട്ടി പ്രയാസപ്പെട്ട് നമ്മളെ കൂടെ ഇങ്ങനെ വരും. അതിന്റെ ഇടയിൽ കൂടെ പോകുന്നിടത്ത് റോഡ് സൈഡിൽ ഒരു ചെളിക്കുഴി ഉണ്ട് എന്ന് വിചാരിക്കാം, കുറച്ച് വെള്ളം നിറഞ്ഞിക്കണം. അതിൽ കുട്ടിയുണ്ട് വീണും കൂടി ചെയ്തു. എന്തേക്കാര അവസ്ഥ? അതിനങ്ങനെ തൂക്കിയെടുത്തിട്ട് ഒരു ഒറ്റടിയായിരുന്നു അല്ലെ? ഉള്ള ദേഷ്യം ഉള്ളതിനോടാണ് തീർക്കും. അപ്പൊ നമ്മൾ എന്താ പറയാ, നീ ഒരാള് കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്, എട്ടങ്ങറ്, ഇന്ന് കല്യാണത്തിന് പോകണ്ടില്ലായിരുന്നു, നേരത്തെ എത്തേണ്ട കല്യാണമായിരുന്നു, നീ ഒരാള് കാരണം ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മളോട് കുറ്റപ്പെടുത്തും. നമ്മളെ ഫുൾ സ്ട്രെസ്സും ദേഷ്യവും അതിന്റെ മേത്തോട് തീർക്കും. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇനി ഇതേ സംഭവം തന്നെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫ്രണ്ടാണ് വരുന്നത് വിചാരിക്കുക. നിങ്ങളുടെ കൂടെ വന്നത് നിങ്ങളുടെ ഫ്രണ്ടാണ്. കല്യാണത്തിന് നിങ്ങൾ നിങ്ങൾ നേരത്തെ ഇറങ്ങി, നിങ്ങൾ അവനെ വെയിറ്റ് ചെയ്തു. നിങ്ങൾ കാരണമല്ല ലേറ്റ് ആവുന്നത്, അവനെ വെയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവളെ വെയിറ്റ് ചെയ്തു. അവള് നേരെ വൈകിട്ടാണെങ്കിലും എത്തി. പക്ഷെ നിങ്ങൾ അവരെ പോയിട്ട് നീ കാരണമാണ് ആകെ വൈകിയെന്ന് പറയോ? അപൂർവേ പറയുള്ളൂ, പറയില്ല നമ്മള്. എന്നിട്ട് നമ്മളിങ്ങനെ കല്യാണത്തിന് പോവാന്ന് വിചാരിക്കുക. ആ പോണേന്റെ ഇടയിൽ കൂടെ നമ്മളെ ഫ്രണ്ട് ഇതേപോലെ ചളിവെള്ളത്തിലാണ്ട് വീണു. നമ്മൾ എന്താ പറയാ, അല്ലാ എന്തേ പറ്റി, എണീക്ക്, കല്യാണമൊക്കെ പോട്ടെ, അതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്കെന്തേലും പറ്റിയ? അങ്ങനെ ഭയങ്കര കെയറിങ് ആയിരിക്കും നമ്മള്. എന്തുകൊണ്ട് ഈ സാധനം നമ്മളെ കുട്ടി കൊടുത്തില്ല? ശരിക്കും ഈ ഫ്രണ്ട്സിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ റിലേറ്റീവ്സിനോട് കാണിക്കുന്നതിന്റെ ഒരു അംശം എന്തുകൊണ്ട് ആ കുട്ടീനോട് നമ്മൾ കാണിച്ചില്ല? ശരിക്കും നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മളെ വയറ്റിന്ന് വന്ന ആ കുട്ടിനോട് നമ്മൾ അതിന്റെ ഒരു അംശമെങ്കിലും കാണിക്കണം. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മളൊരു സോഫ്റ്റ് കോർണർ സ്വഭാവം വീട്ടിൽ കാണിക്കണില്ല, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഉണ്ട്. ചില രക്ഷിതാക്കളെ പറ്റിയിട്ട് ഉമ്മ ഭയങ്കര ക്ഷമയായിരിക്കും, ചിലപ്പോ വാപ്പാക്ക് തീരെ ക്ഷമ ഉണ്ടാവില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുട്ടീനെ അടിയായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി ദേഷ്യപ്പെട്ട് അങ്ങനെ സൈഡാക്കണ ഒരു വാപ്പായിരിക്കും. അപ്പൊ ഉമ്മ അതിന്റെ പേരിൽ കുറെ പ്രയാസപ്പെടുന്നുണ്ടാവും. അല്ലെങ്കിൽ നേരെ തിരിച്ചുണ്ടാവും, വാപ്പ മക്കളെ തല്ലാതെ നല്ല രീതിയിൽ കൊണ്ടിറക്കാൻ നോക്കും. ഉമ്മാക്ക് വീട്ടിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ടാവുന്ന കുറെ സ്ട്രെസ് ഒക്കെ അതിന് കാരണമാണ്, അല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതെല്ലാം കൂടി വന്നിട്ട് വാപ്പാനോട് എന്തായാലും പറയാൻ വയ്യ. അതായത് സ്വന്തം മാപ്പിളുടെ അടുത്ത് പറയാൻ വയ്യ, ഭർത്താവിന്റെ അടുത്ത് പറയാനോ തീർക്കാനോ കഴിയൂല. ഈ ദേഷ്യമൊക്കെ എവിടെ തീർക്കും? കുട്ടീന്റെ അടുത്ത്. നിരപരാധിയായ ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടീന്റെ അടുത്ത് കൊണ്ടുപോയി തീർക്കും. അതിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടാവും. കുട്ടി അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ആലോചിച്ച് നോക്കും നിങ്ങള്. ഇവിടെ വരുന്ന പല പാരന്റ്സും ചിന്തിച്ചിട്ടുണ്ടാവും, പാരന്റിങ് എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്, പ്രത്യേകിച്ച് ഈ കാലത്ത് ഭയങ്കര പ്രയാസമാണ്. ഞാൻ പറയുന്നു, മര്യാദക്ക് പാരന്റിങ് ചെയ്യാൻ അറിയാത്ത രക്ഷിതാക്കളുടെ കുട്ടിയാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. മനസ്സിലായോ? പടച്ചോൻ പളുങ്ക് പോലെ തന്നൊരു സാധനമായിരുന്നു. നമ്മളെ പല മോശമായ ഇടപെടലും കാരണം കുട്ടീനെ നമ്മൾ വെടക്കാക്കി കൈ കൊടുത്താണ്. ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മൾ പല കാര്യങ്ങളും അറിയാത്തത് കൊണ്ടും നമ്മൾ അറിവില്ലായ്മ കൊണ്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ടും സംഭവിച്ച കുറെ അപാകതകളുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകും. ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞാൽ ഇനി മുതൽ ആവശ്യമില്ലാതെ മക്കളെടുത്ത് വെറുതെ ചൂടാവണതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, 3 കാര്യങ്ങൾ നമുക്ക് നിർബന്ധമാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സും കേട്ടിട്ട് നാളെ മുതൽ എൻ്റെ കുട്ടി റെഡിയാവും, നന്നാകും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി നല്ലവണ്ണം ക്ലാസ്സിൽ ടോപ്പർ ആകും എന്നൊന്നും ആരും വിചാരിക്കരുത്. ഈ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. ടൈം, ലവ്, പേഷ്യൻസ്. സമയം എടുക്കും, നല്ല ടൈം എടുക്കും. ആ സമയം എടുക്കുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് സക്സസ് നിങ്ങളുടെ അടുത്തേക്ക് വരും, വിജയം നിങ്ങളുടെ അടുത്തേക്ക് വരും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൺകുളിർമുള്ള ഒരു കുട്ടിയായി നമ്മളെ മോനെ അല്ലെങ്കിൽ മോള് മാറും ഇൻഷാ അല്ലാഹ്. പക്ഷെ ടൈം എടുക്കും.
രണ്ടാമത്തത് ലവ്, സ്നേഹം. അത് നിങ്ങള് കണക്കില്ലാതെ കൊടുത്തോളി, നല്ല സ്നേഹം കൊടുക്കും. മൂന്നാമത്തത് പേഷ്യൻസ്, ക്ഷമ. നിർബന്ധാണ്. നമ്മളെ ക്ഷമ നശിക്കുന്ന കുറേ കാര്യങ്ങൾ വരും. നമ്മൾ പതറരുത്. ടീച്ചേഴ്സിനോടും പാരന്റ്സിനോടുമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ ക്ഷമ നശിക്കുന്ന പല ഘട്ടങ്ങളും ഉണ്ടാവും. നല്ലോണം ടൈം എടുക്കും. കാരണം നമ്മൾ ചെറുപ്പം മുതൽ നമ്മളെ വയറ്റിൽ നമ്മുടെ കുട്ടിയുള്ള സമയത്തെ നമ്മൾ, അതായത് ഉമ്മയും ഉപ്പയും തമ്മിൽ പ്രശ്നം തുടങ്ങിയാണ്. വീട്ടിൽ നിന്ന് കുറ്റപ്പെടുത്തലും ചീത്ത പറയലും ആക്ഷേപിക്കലും അടിപിടിയും തെറിയും ഒക്കെ നടന്നിട്ടുണ്ട്. വയറ്റിന്നേ കുട്ടി ഇത് അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ കുട്ടി പുറത്തേക്ക് വന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി കുറേ പ്രശ്നങ്ങൾ തുടങ്ങി ഇതെല്ലാം കണ്ടിട്ടാണ് കുട്ടി വളരുന്നത്. ഒരു 7 വയസ്സ് 8 വയസ്സ് 10 വയസ്സ് 11 വയസ്സൊക്കെ ആവുമ്പോ നമുക്ക് പരാതിയായി, കുട്ടി ഞാൻ പറഞ്ഞിടത്ത് നിൽക്കണില്ല, കുട്ടിന്റെ സ്വഭാവം മോശമാകുന്നു. 11 കൊല്ലായിട്ട് കുട്ടി പലതും കണ്ടിട്ട് വളർന്നതാണ്. പല സ്റ്റേജിലൂടെയും കുട്ടി കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇനി അത് തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ചിടത്തേക്ക് എത്തിക്കണമെങ്കിൽ ടൈം നിർബന്ധമാണ്. ടൈം എടുക്കും. അപ്പൊ സമയം എടുക്കും. നല്ലോണം കാത്തിരുന്നിട്ട് തന്നെ പ്രവർത്തിക്കുക, റെഡിയാവും. ലവ്, സ്നേഹം, അതിങ്ങനെ കണ്ടീഷൻ വെച്ചിട്ടല്ല, അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു പരിധി ഇല്ലാതെ നല്ലോണം സ്നേഹിച്ചോളി. മക്കളെ നല്ല സ്നേഹിക്കി കൊഞ്ചിച്ച് വഷളാക്കണം എന്നല്ല പറയുന്നത്. ചോദിക്കുന്ന എല്ലാ സാധനവും വാങ്ങിക്കൊടുക്കലല്ല സ്നേഹം. പക്ഷെ മക്കളെ ചേർത്തിരുത്തി നല്ലോണം സ്നേഹിക്കുക. മൂന്നാമത്തതാണ് പേഷ്യൻസ്, ക്ഷമ. അതില്ലെങ്കിൽ ശരിക്ക് കയ്യിന്ന് പോകും. ഒരു ബിസിനസ്സുകാരൻ, അയാൾ ഓഫീസിലേക്ക് ഡെയിലി വരും. ഓഫീസിലേക്ക് അയാൾ എന്നും വരും. അപ്പൊ അവിടുത്തെ ഓഫീസ് ബോയ് ഉണ്ട്. അയാളെ വീട്ടിൽ നിന്ന് ഒരു ചെടി കൊണ്ടുവരും, നല്ലൊരു പൂവ്. എന്നും ആ പൂവ് കൊണ്ടുവന്നിട്ട് ഇയാളുടെ ടേബിളിലുള്ള ഫ്ലവർ വേസിൽ ഇങ്ങനെ വെക്കും. ഈ ഓഫീസറെ ടേബിളിലുള്ള മാനേജറെ ടേബിളിലുള്ള ഇതിൽ വെക്കും, ഫ്ലവർ വേസിൽ വെക്കും. അപ്പൊ ഇയാള് ഭയങ്കര തിരക്കിലായിരിക്കും, ഫുള്ള് ഫോണും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇങ്ങനെ വരും, അവിടെ നോക്കും, ആ പൂവ് കാണും. ഇയാൾ അപ്രിഷിയേറ്റ് ചെയ്യൊക്കെ ചെയ്യും. ആ ഉഷാറായിട്ടോ, ആ പൂവ് നല്ല രസമുണ്ട് ഇതൊക്കെ പറയും. ഒരു ദിവസം ഈ മാനേജർ ടേബിൾമേ ഈ ഓഫീസ് ബോയ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച പൂവ് കുറച്ച് വാടിയിട്ടുണ്ട്, ഉണങ്ങിപ്പോയ ടൈപ്പ് പൂവായിരുന്നു. അതിൽ ഓഫീസർ എന്ത് ചെയ്തു, എന്നും അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആ മാനേജർ ഈ ഓഫീസ് ബോയിനെ വന്നിട്ട് പറഞ്ഞു, ഇതെന്താടോ ഇങ്ങനത്തെ ഒരു പൂവ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അയാളെ മോശാക്കി, തരം താഴ്ത്തി. അതിൽ അയാൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു, നല്ലോണം വിഷമിച്ചു അയാള്. ആ വിഷമവുമായിട്ടാണ്, ആ ദേഷ്യം ഉണ്ടായിരുന്നു, ആ ഇടങ്ങേറും പ്രയാസമൊക്കെ ആയിട്ടാണ് അയാൾ നേരെ വീട്ടിൽ പോയത്. ആ ഓഫീസ് ബോയ് അയാൾ വീട്ടിൽ പോയപ്പോ എന്നും അയാൾ വരുമ്പോ തന്നെ നല്ലൊരു ചായ ഒക്കെ റെഡിയാക്കി വെക്കുന്ന ഭാര്യ ചായ ആയിട്ട് വന്നപ്പോ ഇയാള് ഭയങ്കര ദേഷ്യത്തിലാണ്, ടെൻഷനിലുമാണ്. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്തേ പറ്റി? അപ്പൊ ഇയാൾ ഒന്നും മുണ്ടാതാണ് പോ എന്ന് പറഞ്ഞിട്ട് ഭാര്യനാണ് മാറ്റി നിർത്തി. എന്നും നല്ല സ്നേഹത്തോടെ വരുന്ന ഭർത്താവ് ഇന്നെന്തോ ദേഷ്യം പിടിച്ചപ്പോ എന്നെ കുറ്റപ്പെടുത്തി എന്ന് മനസ്സിലാക്കിയിട്ട് ഭാര്യക്കും ദേഷ്യം വന്നു. ഭാര്യ ആ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ ഇങ്ങനെ പോയിരിക്കുകയാണ്. ആ സമയത്താണ് കുട്ടി വന്നിട്ട് പറയുന്നത്, ഉമ്മ ഈ ഹോംവർക്ക് എങ്ങനെ ചെയ്യണ്ടേ? ഭർത്താവിനോടുള്ള ദേഷ്യം കാരണം ഉമ്മ പറഞ്ഞു ഭാര്യനോട്, കുട്ടിനോട്, ഇതൊന്നും മിണ്ടാ പോയിക്കാം, എൻ്റെ ഒരു ഹോംവർക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ആ പുസ്തകം എടുത്തിട്ട് ആ ദേഷ്യത്തിലൊരു ഒറ്റ ഏറെടുത്ത് അണ്ട് എറിഞ്ഞൊഴിവാക്കി. അതിൽ കുട്ടിക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചു. എന്നും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യണ എൻ്റെ ഉമ്മ എന്താന്ന് ഇങ്ങനെ. ആ ദേഷ്യത്തിൽ കുട്ടി പുസ്തകം എടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് വീട്ടിലുള്ള വളർത്തുന്ന പൂച്ച, ആ ക്യാറ്റ് ഇങ്ങനെ മുന്നിൽ കൂടെ പോയപ്പോ കുട്ടി ആ ദേഷ്യം, ഉമ്മാനോടുള്ള ദേഷ്യം ഒരൊറ്റ തട്ട് പൂച്ചനെ. പൂച്ച അങ്ങോട്ട് പോയിട്ട് ചുമരുമല ഒരൊറ്റ അടി, ആ പൂച്ച ചത്ത്. ആരാണ് ഇവിടെ പൂച്ചനെ കൊന്ന്? ആ മാനേജറാ കൊന്ന്. ഈ പറയുന്ന ഏതെങ്കിലും ഒരാൾ ക്ഷമിച്ചിരുന്നെങ്കിൽ ആ പൂച്ച ചാവൂലായിരുന്നു. ഇതേപോലെയാണ് പലപ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് പരിധി വിട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും. ഇപ്പൊ നമ്മളും നമ്മളെ ഭർത്താവും എത്ര ശ്രദ്ധിച്ചാലും വീട്ടിലെ സാഹചര്യങ്ങള്, സിറ്റുവേഷൻ നേരെ എതിരായിരിക്കും. നമ്മൾ വിചാരിച്ചോടത്താവൂല, കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ ഭയങ്കരമായിട്ട് നമ്മളതിൽ അപ്സെറ്റ് ആയി പോവും, ടെൻഷൻ ആയി പോവും, വിചാരിച്ചോടത്ത് കാര്യങ്ങൾ വരൂല.
നമ്മൾ അതിന്റെ പേരിൽ ടെൻഷനായി വിഷമിച്ച് ഈ ദേഷ്യമൊക്കെ കൂടി നമ്മൾ കുട്ടീനോട് തീർക്കും. ഈ കുട്ടികൾ ഇത് കണ്ടിട്ടാണ് വളരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് മക്കളെ മുമ്പ് നമ്മൾ തിരക്ക് കൂടുമല്ലോ, ദേഷ്യം കൂടുമല്ലോ, അടിപിടി നടത്തൂല. അത് കുട്ടികളെ മുമ്പെന്നെങ്കിലും നമ്മൾ ഹൈഡ് ചെയ്യണം. ഇല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവനൊരു ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനാണ്, ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാ. ചെറിയ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്, 2ാം ക്ലാസ് 3ാം ക്ലാസ്. അവിടെ ഒരു ദിവസം അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണേടാ, ഇന്ന് ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. അവൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ ക്ലാസ്സിൽ ഒരു കുട്ടി ക്ലാസിന്റെ മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ക്ലാസ് ശ്രദ്ധിക്കണില്ല, തലം താഴ്ത്തി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇവൻ പോയിട്ട് ചോദിച്ചു, എന്താ പറ്റി? എല്ലാ ദിവസവും നല്ല എനർജറ്റിക് ആയിരിക്കുന്ന കുട്ടിയാണ്, എന്താ കാരണം ചോദിച്ചപ്പോ ആ കുട്ടി പറയണ് വയ്യ, പനിയാണ്. അപ്പൊ ഇവൻ തൊട്ട് നോക്കുമ്പോ ഭയങ്കര ഫീവർ, നല്ല പനിയുണ്ട്. അപ്പോ ഇവൻ ചോദിച്ചു, ഇന്ന് റെസ്റ്റ് എടുത്തൂടായിരുന്നോ, ലീവ് എടുത്തൂടായിരുന്നു, എന്തിനാ അങ്ങോട്ട് വന്ന്? അപ്പൊ ആ കുട്ടി പറയാണ്, സാറേ എനിക്ക് വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ല, വീട്ടിലിരിക്കാൻ ഇഷ്ടമില്ലാത്തോണ്ട് അങ്ങോട്ട് വന്ന്. അപ്പൊ എന്താ വീട്ടിലിരിക്കാൻ ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറയാണ്, നിങ്ങൾക്കറിയോ എനിക്ക് പനി വന്നത് ഞാൻ മഴയത്ത് കളിച്ചിട്ടോ അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ടോ നീരിറങ്ങിയിട്ടോ ഒന്നുമല്ല, എനിക്ക് പനി വന്നത് ഞാൻ പേടിച്ചിട്ടാണ്. അപ്പൊ എന്തേ സംഭവം എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറയാണ്, തലേ ദിവസം രാത്രി അവന്റെ അമ്മയും അച്ഛന്റെ അമ്മയും, അതായത് അമ്മായിയമ്മ, അവന്റെ അമ്മയും അവന്റെ അച്ഛന്റെ അമ്മയും കൂടി തമ്മില് ഭയങ്കര അടി നടന്നിട്ടുണ്ട് വീട്ടില്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് തെറിയൊക്കെ പറഞ്ഞ് പാത്രം എടുത്ത് എറിയലും മുടി പിടിച്ച് വലിക്കലും ആകെ പ്രശ്നമായിരുന്നു. അയൽവാസികളെ കൂടി എല്ലാവരും അറിഞ്ഞ് ഈ പ്രശ്നം കണ്ട് കുട്ടി രാത്രി പേടിച്ചിട്ടാ ഉറങ്ങിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനത്തെ എത്ര സിറ്റുവേഷൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാവും, ഇപ്പോഴും സംഭവിക്കുന്നുണ്ടാകും. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ കുട്ടികൾ പലതും കണ്ടു വളരുമ്പോ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ കുട്ടികളെ കരുതി കൂട്ടിയിട്ട് കുട്ടികളെ മുമ്പെന്തെങ്കിലും എന്ത് ചെയ്യും, നമ്മളൊന്ന് സ്നേഹിച്ച് കാണിച്ചു കൊടുക്കി. എൻ്റെ ഉമ്മയും നല്ല സ്നേഹത്തിലാണെന്ന് കരുതി കൂട്ടിയിട്ട് നിങ്ങൾ പർപ്പസ്ഫുള്ളി തന്നെ ചെയ്യ്. നാച്ചുറലായിട്ട് വരുന്നൊരു സ്നേഹം വന്നില്ലെങ്കിലും ദയവ് ചെയ്ത് കുട്ടികളെ മുമ്പെന്തെങ്കിലും എന്ത് ചെയ്യും, എൻ്റെ ഉമ്മിപ്പി നല്ല സ്നേഹത്തിലാണ് എന്ന് കുട്ടിക്ക് കാണിച്ചു കൊടുക്കി. ഇല്ലെങ്കിൽ എന്താ അറിയോ, കുട്ടികളുടെ പഠനത്തെ അത് ബാധിക്കും. കുട്ടിക്ക് നല്ല കഴിവുണ്ട്, സ്കില്ലുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിനോട് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ടീച്ചേഴ്സിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ, സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ അവരും കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ സ്കൂളുകളിൽ ഇപ്പൊ EI എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ്. അത് എന്താന്ന് ചോദിച്ചാല് പഠിക്കാത്ത കുട്ടികളുടെ കാരണം കണ്ടെത്തുക. എല്ലാത്തിനും ഇൻട്രോവേർട്ട് ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന കുട്ടി എന്തുകൊണ്ട് അങ്ങനെ ആകുന്നു എന്നുള്ള കാരണം കണ്ടെത്തലാണ് EI. ആ ടീച്ചറെ ഡ്യൂട്ടി അതാണ്. ഇതെന്തുകൊണ്ടാണ് വരാൻ കാരണം എന്നറിയോ? പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോഴുള്ള അവസ്ഥ നമുക്കറിയാം. നമ്മൾ പഠിപ്പിക്കുമ്പോ ടീച്ചർമാര് വന്നിട്ട് എന്താ പഠിക്കാത്ത 50 കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ 50 കുട്ടികളെ ഈ വടിയെടുത്ത് അടിച്ച് പഠിപ്പിക്കും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ചില കുട്ടികൾ ഇൻട്രോവേർട്ട് ആയിട്ട് ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ ടീച്ചർ കണ്ടെത്തണം. മനസ്സിലായോ? ചിലപ്പോ കുട്ടിക്ക് പഠിക്കാൻ കഴിവുണ്ടാകും, പഠിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്തായിരിക്കാം? വീട്ടിൽ നടക്കുന്ന സാഹചര്യങ്ങളായിരിക്കും ഒരുപക്ഷെ കുട്ടീനെ എങ്ങനെ ആക്കണത്, വീട്ടിലത്തെ സാഹചര്യങ്ങൾ. അപ്പൊ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവും. അത് നമ്മള് കുട്ടീനെ ബാധിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ പാരന്റ്സ് മീറ്റിങ്ങിന് പോയിട്ട് പറയുന്നത്, മാർക്കില്ലല്ലേ, ഒരു കാര്യം ചെയ്യ്, നല്ലോണം അടിച്ചാളി ഓനെ. ആര്? പാരന്റ്സ്. കാരണം കുട്ടി പലതും അനുഭവിക്കുന്നുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് കുട്ടിക്ക് പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്. എന്നിട്ട് അതേ നമ്മൾ പോയിട്ട് പറഞ്ഞു കൊടുക്കണം ടീച്ചേഴ്സിനോട്, ഒരു കാര്യം ചെയ്യും, നല്ലോണം നുള്ളിക്കോളി, നല്ലോണം അടിച്ചോളി, ഒന്ന് പേടിപ്പിച്ചാളി, അപ്പൊ റെഡിയാവും. നമ്മളെ വീട്ടിലത്തെ പ്രശ്നം കൊണ്ടാണ് കുട്ടിക്ക് പഠിക്കാൻ തന്നെ പറ്റാത്തത്. പഠിക്കാനുള്ള ബുദ്ധിയും കഴിവുണ്ട്, പക്ഷെ പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല. അതിന്റെ കാരണം എന്താ? കുട്ടി ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പക്ഷെ മൈൻഡ് മൊത്തം വീട്ടിലാണ്. വീട്ടിൽ നടന്ന പ്രശ്നങ്ങളാണ് കുട്ടീന്റെ തലയിലുള്ളത്. പിന്നെ എങ്ങനെയാണ് റെഡിയാവുക? അതുകൊണ്ടാണ് നല്ലോണം ടൈം കൊടുക്കും, നല്ല സ്നേഹം കൊടുത്ത് വളർത്തുക, നല്ലോണം ക്ഷമിക്കുക. ക്ഷമിച്ചാൽ അതിന്റെ ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കുക, മാക്സിമം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ആ രീതി തന്നെ പറഞ്ഞുതരാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി വല്ലാതെ നമ്മള് കുട്ടികളുടെ കാര്യത്തിൽ വാശി പിടിക്കൂല. എന്താണ് അവരെ തലച്ചോറിൽ സംഭവിക്കുന്നത് എന്ന് നമ്മളൊന്ന് അറിഞ്ഞാൽ മതി. ഇത് നമ്മുടെയൊക്കെ തലച്ചോറ്, നമ്മുടെ തലച്ചോറാണിത്, ബ്രെയിന്. ഈ ബ്രെയിനിന് പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളുണ്ട്. നമ്മുടെ ബ്രെയിനിന് പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളുണ്ട്. അതിലിതാ ഈ ഫ്രണ്ട് ഭാഗം, ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയും.
ഫ്രോണ്ടൽ കോർട്ടക്സ്, ഈ മുന്നത്തെ ഭാഗം. ഇവിടെയാണ് റാഷണൽ ബ്രെയിൻ ഉള്ളത്. റാഷണൽ ബ്രെയിൻ അതായത് ഒരു കാര്യം വരുമ്പോ, ഒരു ക്രൈസിസ് വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം, നല്ലോണം ചിന്തിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കുക. അത് ഇവിടുന്ന വരിക, മനസ്സിലായോ? അത് ഇവിടുന്ന വരിക. ഇവിടെയുള്ള ഭാഗമാണ് ഇമോഷണൽ ബ്രെയിൻ. ലിംബിക് ലോബ് എന്ന് പറയും. ലിംബിക് ലോബ് ഈ ഭാഗമാണ് ഇമോഷണൽ ബ്രെയിൻ ഉൾക്കൊള്ളുന്ന ലിംബിക് ലോബ്. ഈ ഭാഗം ഇത് ഫ്രോണ്ടൽ കോർട്ടക്സ്, റാഷണൽ ബ്രെയിൻ. ഇവിടെ ലിംബിക് ലോബ്, ഇവിടെയാണ് ഇമോഷണൽ ബ്രെയിൻ ഉള്ളത്. എല്ലാ മനുഷ്യന്മാരും ആദ്യം പ്രവർത്തിക്കാതെ ഇതായിരിക്കും, ഇമോഷണൽ ബ്രെയിൻ. ഈ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഈ മുന്നത്തെ ഭാഗം, അവിടെയാണ് ശരിക്കും തലച്ചോറിന്റെ കറക്റ്റ് പ്രവർത്തനം വരുന്നത്. അതായത് റാഷണൽ ബ്രെയിൻ, ചിന്തിച്ചാലോചിച്ച് തീരുമാനം എടുക്കാനുള്ള കഴിവ് ഇവിടുന്ന വരിക. പക്ഷെ ഇത് 25 വയസ്സ് വരെ ഫങ്ഷനിങ് എന്നാ പറയുന്നത്, മനസ്സിലായോ? പൂർണ്ണ വളർച്ചത്തെ 25 വയസ്സൊക്കെ ആകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ അതുവരെ കുട്ടി എടുക്കുന്ന പല തീരുമാനങ്ങളും ചിലപ്പോൾ തെറ്റാകാം. നോട്ട് ഷുവർ, ഉറപ്പുള്ള തീരുമാനങ്ങളല്ല. കാരണം അത് ഇവിടുന്ന് വരേണ്ടതാണ്. ഇത് പൂർണ്ണമായി വളർന്നിട്ടില്ല, ഇത് പ്രവർത്തന സജ്ജമാണ്, ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണിത്. പക്ഷെ അത് ഫുള്ളല്ല. അപ്പൊ എന്താണ് ആദ്യം എവിടുന്ന വരിക? ഇവിടെ പ്രവർത്തിക്കുക, ഇമോഷണൽ ബ്രെയിൻ. ഇതാണ് അമിഗ്ദാല എന്ന് പറയുന്ന ഭാഗം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം. അമിഗ്ദാല എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഈ ഭാഗം, ലിംബിക് ലോബ്. ഇവിടെയാണ് നമ്മൾതൊക്കെ പ്രവർത്തിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മളെ കുട്ടിനോട് നമ്മളൊരു പ്രശ്നം പറയണം. കുട്ടി, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു നായനെ കണ്ടു. നായ എന്നുള്ളത് ഞാൻ ഒരു ഉദാഹരണം പറയുന്ന കേട്ടാ. വീട്ടിലൊരു പ്രശ്നം കണ്ടു, അല്ലെങ്കിൽ വാപ്പ ഭയങ്കരമായിട്ട് ചൂടാവാണ്, മാർക്ക് കിട്ടി, അല്ലെങ്കിൽ കുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു അബദ്ധം വന്നു. കുട്ടിക്ക് ഉറപ്പാണ് എന്റെ വാപ്പ വരും, എന്റെ ഉമ്മപ്പ വരും, ഇപ്പൊ പൊട്ടും എനിക്ക് അടി. വാപ്പാന്റെ വരവ് കുട്ടി കാണുകയാണ്, ഉമ്മാന്റെ വരവ് കാണുകയാണ്, അടിക്കാനുള്ള ഓങ്ങല് കാണുകയാണ്. അപ്പൊ എന്താ ആദ്യം സംഭവിക്കുക? കുട്ടിന്റെ ഇമോഷണൽ ബ്രെയിൻ പ്രവർത്തിക്കും. കാരണം ഇത് ഫുള്ള് പ്രവർത്തന സജ്ജല്ല. ഇവിടെയും പ്രവർത്തിക്കും, ഇവിടെയും പ്രവർത്തിക്കും. പക്ഷെ ഇമോഷണൽ ബ്രെയിനിൽ ഒരു ത്രെട്ട് ഉണ്ടാവും. അതായത് അമിഗ്ദാല എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട് ഇവിടെ. ഇതിലൊരു ത്രെട്ട് ഉണ്ടാവും. കുട്ടി ഒരു പ്രശ്നം കാണുമ്പോൾ, ഒരു പ്രയാസം കാണുമ്പോൾ, അല്ലെങ്കിൽ വീട്ടില് ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആദ്യം ഇവിടെ അമിഗ്ദാലയിൽ ഒരു ത്രെട്ട്, ഒരു ട്രിഗർ ഉണ്ടാകും ഈ ഭാഗത്ത്, ഇമോഷണൽ ബ്രെയിനിൽ. ഈ ട്രിഗർ നേരെ അമിഗ്ദാലയിൽ നിന്ന് ഹൈപ്പോതലാമസിലേക്ക് പോകും. തലച്ചോറിന്റെ ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്, അതിലേക്ക് പോകും. ഇത് നമ്മളെയും കുട്ടിന്റെ ഒക്കെ ബ്രെയിനിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്, മുതിർന്ന ആളുകളുടെ ബ്രെയിനിനെ പറ്റിയല്ല. നമ്മളൊക്കെ വീട്ടിലെ ചെറിയ മക്കളെ ബ്രെയിന്, ആ കുട്ടികളെ തലച്ചോറിനെ പറ്റിയാ പറയുന്നത്. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് നേരെ എന്ത് ചെയ്യും? ഇമോഷണൽ ബ്രെയിനിൽ, അതായത് അമിഗ്ദാല എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ട്രിഗർ ഉണ്ടാവും, അവിടെ ഒരു ഇത് വരും, ട്രിഗർ സംഭവിക്കും. അത് നേരെ ഹൈപ്പോതലാമസിലേക്ക് പോകും. ആ മെസ്സേജ്, അതാ ഒരു പ്രശ്നം വരുന്നുണ്ട്, ഒരു വിഷയം ഉണ്ടായി. ഈ അമിഗ്ദാലയിലേക്ക് പോയ മെസ്സേജ് നേരെ എവിടേക്ക്? ഹൈപ്പോതലാമസിൽ നിന്ന് അമിഗ്ദാലയിലേക്ക് പോയ മെസ്സേജ് നേരെ എവിടേക്കാ വരുന്നതെന്ന് അറിയോ? അഡ്രീനൽ ഗ്ലാൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് നമ്മളെ കിഡ്നിന്റെ രണ്ടറ്റത്തുള്ള അഡ്രീനൽ ഗ്ലാൻസ്. ഇത് നേരെ ഇറങ്ങി ചെന്നിട്ട് അഡ്രീനൽ ഗ്ലാൻസിലേക്ക് മെസ്സേജ് പോകും. അഡ്രീനൽ ഗ്ലാൻസിലേക്ക്, അഡ്രീനൽ ഗ്ലാൻസിൽ നിന്ന് 2 ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഒന്ന് അഡ്രിനാലിനും, ഒന്ന് ഒരു അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാകും. പിന്നെ അവിടെ കോർട്ടിസോള്, ഈ 2 ഹോർമോൺ ഉണ്ടാവും. അതായത് ഒരു പ്രശ്നം ഉണ്ടായി, ഈ ബ്രെയിന് കറക്റ്റ് പ്രവർത്തിക്കണം. അത് കുട്ടികളാണ്, പ്രവർത്തിക്കൂല. നിങ്ങൾ മനസ്സിലാക്കി, അല്ല അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ചെറിയ മക്കളാണ്, അത് പ്രവർത്തിക്കൂല. പ്രവർത്തിക്കും, പക്ഷെ അത് കൃത്യമായിട്ടല്ല പ്രവർത്തിക്കാം. ഇവിടെ പ്രവർത്തിക്കേണ്ടതിന് പകരം ഇവിടെ ആദ്യം പ്രവർത്തിക്കും. ഇവിടുന്ന് പോകുന്ന മെസ്സേജ് നേരെ ഹൈപ്പോതലാമസിലേക്ക്, അമിഗ്ദാലയിൽ നിന്ന് ഹൈപ്പോതലാമസിലേക്ക്, ഹൈപ്പോതലാമസിൽ നിന്ന് ഇത് നേരെ ഇറങ്ങിയിട്ട് അഡ്രീനൽ ഗ്ലാൻസിലൂടെ ഇവിടെ വന്നിട്ട് 2 ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അതൊന്ന് കോർട്ടിസോളും മറ്റൊന്ന് അഡ്രിനാലിനും. കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ തന്നെ സ്ട്രെസ് ഹോർമോണാണ്. ഇത് ശരീരത്തിലാണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കൂടി. അപ്പൊ കുട്ടിക്ക് ബേജാറായി. ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കുട്ടിക്ക് മനസ്സിലാവണില്ല. അപ്പൊ കുട്ടിയാണ് കരയാൻ തുടങ്ങും. ആൻസർ പറയാൻ കുട്ടിക്ക് അറിയാം, ഉത്തരം പറയാനും എന്താണ് സ്കൂളിൽ ഉണ്ടായത്, എന്താ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടായത് എന്ന് പറയാൻ കുട്ടിക്ക് അറിയാം. കുട്ടീൻ്റെ അടുത്ത് തെറ്റുണ്ടാവൂല, പക്ഷെ അത് പറയാൻ കഴിയൂല. അപ്പോഴേക്ക് സ്ട്രെസ് കൂടിയപ്പോ കുട്ടിക്ക് കരയാൻ തോന്നും. കാരണം ഇമോഷണൽ ബ്രെയിനാ പ്രവർത്തിച്ച്,
വൈകാരിക ബുദ്ധിയാ പ്രവർത്തിച്ച്. അപ്പൊ ബുദ്ധി ഉപയോഗിച്ചുള്ള തീരുമാനം പറയേണ്ടതിന് പകരം വൈകാരിക ബുദ്ധി പ്രവർത്തിച്ചു. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? ഭയങ്കര വികാരം കൊണ്ട് പ്രയാസപ്പെട്ടൊരു കുട്ടി കരയും. കാരണം സ്ട്രെസ്സും കൂടി വന്നു. അതിന്റെ അപ്പുറത്തെ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ബ്ലഡിലേക്ക് അടിച്ചണ്ട് കയറും. അഡ്രിനാലിൻ ശരീരത്തിലെ ബ്ലഡിലേക്ക് അടിച്ചു കയറിയാൽ ഹാർട്ട് ബീറ്റ് കൂടും, ടുട്ടും. പിന്നെ കണ്ണ് ചോക്കും, വയറ് വേദന തുടങ്ങും. നമ്മളെ ഡൈജഷൻ സിസ്റ്റം, നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ പ്രവർത്തിക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ, അതൊക്കെ താളം തെറ്റും. അതാണ് കുട്ടി പറയുന്നത്, ഇന്ന് ഹോംവർക്ക് ചെയ്യാണ്ട് എനിക്ക് വയറ് വേദനയ്ക്കുണ്ട്, ബാത്റൂമിൽ പോകാണ്ട്, ഞാൻ ഒന്നും പോകണില്ല. ടീച്ചർ ചൂടാകുന്ന അറിയുമ്പോഴേക്ക് വയറ് വേദന വരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ സിസ്റ്റത്തിന് താറുമാറാണ്, തെറ്റാണ്. ഉമ്മ ഒരു കാര്യം മര്യാദക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം ഉമ്മാന്റെ നിപ്പും കോലവും ഉപ്പാന്റെ മുഖഭാവവും കാണുമ്പോഴേക്ക് കുട്ടിക്ക് അഡ്രിനാലിൻ ബ്ലഡിലേക്ക് അടിച്ചു കയറി. കുട്ടിക്ക് പറയണമെന്നുണ്ട്, ഇപ്പ സംഭവിച്ച എങ്ങനെയാണ്, ഉമ്മ സംഭവിച്ച എങ്ങനെയാണ്. അതിന് പറയണമെങ്കിൽ ഇവിടെ പ്രവർത്തിക്കണം. മനസ്സിലാക്കി, ഇത് പ്രവർത്തിക്കൂല, ഇത് ഫുള്ളായിട്ട് പ്രവർത്തിക്കൂല. പ്രവർത്തിക്കണത് ഇവിടെയാണ്. ഇവിടെ നിന്നുള്ള മെസ്സേജേ കുട്ടിക്ക് വരുന്നുള്ളൂ. അങ്ങനെ ഒരു പാവമായ കുട്ടിനെയാണ് നമ്മളിങ്ങനെ കോളറിന് പിടിച്ചിട്ട് അടിച്ചിട്ട് പറയിപ്പിക്കണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ചെയ്യുന്ന ഒരു ക്രൂരത എത്രയാണെന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ചെയ്താൽ എന്താ സംഭവിക്കാന്നറിയോ? അമിഗ്ദാല ഹൈജാക്കിംഗ് നടക്കും. അമിഗ്ദാല ഹൈജാക്ക് ചെയ്യും നമ്മൾ. അമിഗ്ദാല ഹൈജാക്കിംഗ് നടന്നാൽ കുട്ടിന്റെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റും. അതുകൊണ്ടാണ് ശരീരത്തിൽ ഭയങ്കരമായിട്ട് ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടും. അപ്പൊ ഈ കുട്ടിക്ക് വിശപ്പ് കൂടും, ടെൻഷൻ അടിച്ചു കയറും. അങ്ങനെ കുട്ടിക്ക് കുറെ ഭക്ഷണം കഴിക്കാൻ തോന്നും. കുട്ടി ഭയങ്കര ഒബീസ് ആവും, തടിച്ചു വരും. അങ്ങനെ അതെന്തുകൊണ്ടാ? പെട്ടെന്ന് ഡൈജഷൻ നടക്കുന്നുണ്ട്. കാരണം അസിഡിറ്റി ഭയങ്കരമായിട്ട് കൂടുകയാണ്. നമ്മൾ തന്നെയാണ് പലപ്പോഴും, ചില കുട്ടികൾക്ക് തിന്നാൻ തോന്നൂല, ശുഷ്കിച്ച് പോകും. അടിസ്ഥാന കാരണം നോക്കിയാൽ നമ്മളെ വീട്ടിലത്തെ പല ഇടപെടലും ആയിരിക്കും. അപ്പൊ ഞാൻ പറയേണ്ടത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? ഇത്തരം ഘട്ടത്തില് കുട്ടിന്റെ അടുത്തൊരു പ്രശ്നം ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരു ഗ്ലാസ്, വീട്ടിൽ ഗസ്റ്റുകൾ വന്നു, കുട്ടി പറയും ഞാൻ എടുത്തു കൊടുക്കാം. എവറസ്റ്റ് കീഴടക്കിയ ഹിലരി, അതേപോലെ തന്നെ ടെൻസിങ്, ഇപ്പൊ ലാസ്റ്റ് മലയാളികളുടെ കൂട്ടത്തിൽ ലാസ്റ്റ് എവറസ്റ്റ് കീഴടക്കിയ ഒരു മലയാളി ലേഡി ഉണ്ട്, സുഹറ. അവരൊക്കെ കീഴടക്കിയപ്പോ അവർക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കോങ്കർ ചെയ്തു, എവറസ്റ്റ് കോങ്കർ ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് മരണപ്പെട്ടു പോയ നിംസ്ദായി, അവരൊക്കെ ഇതിനെ കോങ്കർ ചെയ്ത ആൾക്കാരാണ്, വലിയ മനുഷ്യന്മാരാണ്. അപ്പൊ അവരതിനെ കീഴടക്കിയപ്പോ ഉണ്ടായ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇതേപോലെയാണ് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോ കുട്ടി പാത്രം കൊണ്ടുപോയി കൊടുക്കണം, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെ കുട്ടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഗസ്റ്റുകൾക്ക് വെള്ളം കൊടുക്കും, പാത്രം അവിടെ കൊണ്ടുപോയി വെക്കും. കുട്ടി പാത്രം എടുക്കുമ്പോ തന്നെ നമ്മൾ കൊടുക്കണ മെസ്സേജ് എന്താ? ഞാൻ പൊട്ടിച്ചാള. ഇതിങ്ങനെ പറഞ്ഞ് കുട്ടിന്റെ പിന്നാലെ നമ്മൾ ഇങ്ങനെ നടക്കും. പൊട്ടിച്ചാള. നെഗറ്റീവ് കമന്റ്സ് കൊടുത്ത് കുട്ടീന്റെ കയ്യിൽ നിന്ന് അത് വീണാണ് പൊട്ടും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെടുത്തുനിന്ന് കുട്ടിക്ക് ഒന്നാണ് പൊട്ടും, നമ്മളാണ് പൊട്ടിക്കും കുട്ടീനെ. അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ, ഈ നെഗറ്റീവ് കമന്റ്സ് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കുട്ടിക്ക് പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് കൊടുത്തു നോക്കി, യു ക്യാൻ, എനിക്ക് പറ്റും, നീ ചെയ്യ്, പറ്റും, അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത്. കുട്ടിക്കറിയാം ഇത് ഗ്ലാസ് വീണാ പൊട്ടുന്ന്, കുട്ടിക്കറിയാം. കുട്ടീനോട് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മതി, കുട്ടീന്റെ കൂടെ നിന്ന് കൊടുത്താൽ മതി. എതിരായിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞ് നമ്മൾ പിന്നെ സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സിനോട് പറയാണ്, ഒന്നിനും കഴിവില്ല എൻ്റെ കുട്ടിക്ക്, ഒരു ഇൻട്രോവേർട്ടാണ്, ഒരു കാര്യം ചെയ്യാൻ ധൈര്യമില്ല. കാരണം ആരാ? നമ്മൾ നെഗറ്റീവ് കമന്റ്സ് ചെറുപ്പം മുതലേ തലേക്ക് അടിച്ച് കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ രണ്ട് രീതിയിൽ നമ്മളെ തലച്ചോറ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പൊ കുട്ടീനെ ആലോചിച്ച് തീരുമാനം എടുക്കണം. ഇവിടെ എന്തായാലും പ്രവർത്തിക്കൂല, ആദ്യം പ്രവർത്തിക്കുക ഇവിടെയാണ്. അപ്പൊ ഇനി ഇത് പ്രവർത്തിക്കണം, കുട്ടിന്റെ ഇത് പ്രവർത്തിക്കൂല. അപ്പൊ കുട്ടിന്റെ റാഷണൽ ബ്രെയിൻ ആയിട്ട് ആര് മാറണം? ഉമ്മയും ഉപ്പയും മാറണം. അതിന് കുട്ടിനെ ചേർത്ത് നിർത്തി പറഞ്ഞു കൊടുക്കണം. കുട്ടിക്കത് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയണമെങ്കിൽ എന്തുണ്ടാവണം? കുട്ടിന്റെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവണം. മനസ്സിലായോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ അഡ്രീനൽ ഗ്ലാൻസിലേക്ക് വരും ഒരു പ്രശ്നം ഉണ്ടായാൽ, ആ പേടിയും വൈകാരിക അവസ്ഥയൊക്കെ ഇവിടേക്ക് വരും. ഇവിടെ നിന്ന് അഡ്രിനാലിനും കോർട്ടിസോളും ഉണ്ടാവും. അത് ഉണ്ടായി കഴിഞ്ഞാൽ പല കാര്യങ്ങളും താളം തെറ്റും. അപ്പൊ ഇത് നോർമൽ ആവണമെങ്കിൽ കുട്ടിന്റെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വേണം. ഓക്സിറ്റോസിൻ അത് വെറുതെ ഉണ്ടാവില്ല. അത് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? കുട്ടിന്റെ ശരീരത്തിലെ തലച്ചോറിന്റെ ഈ ഭാഗത്തുള്ള രണ്ട് നെർവുണ്ട്, രണ്ട് ഞരമ്പുണ്ട് ഈ ഭാഗത്തുള്ളതാ, ഇവിടെ ഉള്ള. അതിനെ നമ്മൾ വാഗസ് നെർവ് എന്ന് പറയാം. വാഗസ് നെർവ് അത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടണം. അതിങ്ങനെ മിടിക്കണം. അത് മിടിക്കണമെങ്കിൽ നമ്മൾ അതിന്മേൽ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം.
എന്ന് പറഞ്ഞാൽ ഇന്ന് വീട്ടിൽ പോയിട്ട് കുട്ടീനെ ഇങ്ങനെ പിടിച്ചിട്ട് നിന്റെ തലച്ചോറിന്റെ സ്പൈനൽ കോഡിന്റെ രണ്ടറ്റത്ത് കൂടി പോകുന്ന ഒരു നെർവുണ്ട്, വാഗസ് നെർവാണ്, ഞാൻ അത് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചാൽ പറഞ്ഞിട്ട് കുട്ടീനെ തടവി കൊടുക്കണം എന്നല്ല, കുട്ടീനെ ഒന്ന് കൂട്ടി പിടിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? നമ്മൾ കൊടുക്കുന്ന ഒരു ടച്ച് അത് കുട്ടിയിൽ ഭയങ്കര മാറ്റം ഉണ്ടാക്കും. ഇതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞത് സയൻസ് ആട്ടാ. അനസ് ബിൻ മാലിക് എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ട്, വളരെ ചെറിയ പ്രായമുള്ളൂ, കുട്ടിയാണ്, റസൂലുള്ളാഹിന്റെ കൂടെ കുറെ കാലം ജീവിച്ച സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അനസേ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഏൽപ്പിക്കാം, എന്റെ കുട്ടിയെ ഒന്ന് ചെയ്തു തരുമോ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബിനോട് വെറുതെ തമാശക്ക് പറഞ്ഞു, ഞാൻ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു, തമാശക്ക് പറഞ്ഞാണ്, കുട്ടിയാണ്. പക്ഷെ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ കുറെ നേരം റസൂലുള്ളാഹി ഇങ്ങനെ കാത്തിക്കണം, ആളെ കാണാനില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അങ്ങാടിയിലേക്ക് പോയി നോക്കിയപ്പോണ്ട് കുട്ടികൾ കളിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അള്ളാന്റെ റസൂൽ ഏൽപ്പിച്ച കാര്യം മറന്നാണ്, കുട്ടികൾ കളിക്കണത് ഇങ്ങനെ നോക്കിക്കുക. നമ്മളാണെങ്കിൽ ഒരു അവസ്ഥ നോക്കി നിങ്ങള്, ബാക്ക് കൂടെ പോയിട്ട് ഒരു അടിയും ഒരു ചവിട്ടും അല്ലേ, നേരെ അടി കഴിയും, ചീത്ത പറച്ചിലും കഴിയും. റസൂലുള്ളാഹി ചെയ്താൽ എന്താ അറിയോ, നേരെ പിന്നിലൂടെ പോയിട്ട് തോളത്ത് ഇങ്ങനെ കൈയിട്ട് ഷോൾഡറിൽ ഇങ്ങനെ കൈ വെച്ച് എന്നിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് പുറകിൽ ഇങ്ങനെ തടവി കൊടുത്തു. എന്നിട്ട് പറഞ്ഞ, അനസേ മറന്നൂലേ? അപ്പൊ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ, റസൂൽ അല്ലാഹ് റസൂലേ ഞാൻ മറന്നു പോയിട്ടാ, സോറി എന്ന് അവര് പറഞ്ഞല്ല, ആ ഒരു സിറ്റുവേഷനിലാണ്. അങ്ങനെ വേഗം ഓടിപ്പോയിട്ട് അത് ചെയ്തു കൊടുത്ത്. ഇനി ഇതേപോലെയാണ് നമ്മളെ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും ഒരു പരാതി അയൽവക്കത്തുള്ളവരോ ഒക്കെ പറയുമ്പോക്കെ വീട്ടിൽ പോയിട്ട് നേരെ ചുമരുമൊക്കെ ചേർത്തിരുത്തിയിട്ട് രണ്ട് പൊട്ടിക്കണതിന് മുമ്പ് ഒന്ന് ഇരുത്തിയിട്ട് കൂട്ടി പിടിച്ചിട്ട് എന്തുണ്ടായി, എന്താ പ്രശ്നം, എന്തേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കെയറിങ് കൊടുത്തു നോക്കി നിങ്ങള്. ഇത് മാത്രമല്ല, ഇതൊന്നുമില്ലെങ്കിലും സ്കൂൾ വിട്ട് വരുന്ന കുട്ടീനെ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ചേർത്ത് പിടിക്കും. ടീച്ചേഴ്സിനോട് എനിക്ക് അതാ പറയാനുള്ളത്, നിങ്ങൾ ഇടയ്ക്ക് എന്ത് ചെയ്യും, കുട്ടികളെ ചേർത്ത് പിടിക്കും. ഈ വീട്ടിൽ നിന്ന് ഈ പറയുന്ന ടച്ചും ഇതൊന്നും തീരെ കിട്ടാത്ത, ഈ ഒരു ഹഗ്ഗിങ് ഒന്നും തീരെ കിട്ടാത്ത കുട്ടികളുണ്ടാവും. അവരിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ടി, ചെറിയ മക്കള് ഉമ്മ ഇപ്പൊ എന്തായാലും ഇത് കൊടുക്കുന്നുണ്ടാവില്ല, കാരണം ഒന്നാമത് ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. ഈ കുട്ടികൾ കാണാൻ എപ്പോഴും ടീച്ചേഴ്സിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഒട്ടി നിൽക്കും. എന്തിനാണ്? ആ കുട്ടിക്ക് ആ ടച്ച് വേണം, അത് കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് അത് കിട്ടണില്ല. അപ്പൊ കുട്ടി ടീച്ചറിന്റെ അടുത്ത് ഒട്ടി നിൽക്കണം. അപ്പൊ ടീച്ചർ തോളത്ത് കൈയിടുമ്പോ, ഷോൾഡറിൽ കൈയിടുമ്പോ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം. ആ കുട്ടി ചിലപ്പോ തീരെ പഠിക്കുന്നുണ്ടാവില്ല, പഠിക്കാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷെ ആ ടീച്ചർ എടുക്കുന്ന വിഷയം കുട്ടിക്ക് ഭയങ്കര ബേർഡൻ ആയിരിക്കും, ഭാരമായിരിക്കും. എന്നാലും ആ ടീച്ചറെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്താ കാരണം? ഒന്നും ചെയ്യണില്ല ടീച്ചർ ആ കുട്ടീനെ ഇടക്കൊന്ന് ഇങ്ങനെ തോളിൽ കൈയിടുന്നുണ്ട്, ഒന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ അവിടെ സംഭവിക്കുന്ന എന്താ, ഈ പറഞ്ഞ വാഗസ് നെർവ്, ഈ രണ്ട് നെർവ് ഈ മഞ്ഞ കളറിൽ കാണുന്ന രണ്ട് നെർവ് ഇങ്ങനെ ടച്ച് ആവുന്നുണ്ട്. അത് ടച്ച് ആയാൽ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകും. ആന്റി സ്ട്രെസ് ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. അപ്പൊ സ്ട്രെസ് ഒക്കെ കുറക്കും. അതാ പറഞ്ഞത്, ഭാര്യ ഭർത്താവിനെന്ന് ഇടക്ക് കൂട്ടിപ്പിടിക്കുക, ഭർത്താവ് ഭാര്യനൊന്ന് ഹഗ് ചെയ്യുക, മക്കളെ നമ്മൾ സ്കൂളിൽ വിട്ടെന്നാൽ ഒന്നുകൂടി കൂട്ടിപ്പിടിക്കുക അവരെ. നിങ്ങള് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അള്ളാന്റെ റസൂലിനെക്കാളും വലിയൊരു ഫിലോസഫർ ഈ ഭൂമിയിലില്ല. കാരണം റസൂലുള്ള പറയണ്ടല്ലോ, നിങ്ങളെ മക്കളെ സ്നേഹിക്കുമ്പോ അവിടെ യതീമായ കുട്ടി അത് കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. എത്ര വലിയൊരു ഫിലോസഫിയാണ് പറയണത് നോക്കി. കാരണം ആ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല. നിങ്ങളെ ഒരു പ്രവർത്തനം കാരണം മറ്റേ കുട്ടി വിഷമിക്കരുത്. അപ്പൊ ടീച്ചേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ നമ്മുടെ ചുറ്റുപാടിൽ ചിലപ്പോ ഇതേപോലെ കെയർ ചെയ്യാത്ത പാരന്റ്സ് ഉണ്ടാവും. നമ്മളെ കുട്ടികളെ നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുമ്പോ അത് കിട്ടാത്ത കുട്ടികൾ, അതിങ്ങനെ വെള്ളം കിട്ടാത്ത ആളുകൾ വെള്ളത്തിന് ദാഹിക്കുന്ന പോലെ ദാഹിച്ചു നിൽക്കുന്ന കുട്ടികളുണ്ടാവും. ഇന്നെന്റെ അമ്മ എന്താ കൂട്ടിപ്പിടിക്കാത്ത, എന്റെ ഉപ്പ അതേപോലെ കൂട്ടിപ്പിടിക്കണില്ലല്ലോ. ഞാൻ പറഞ്ഞ അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾ ലവ് ചെയ്യും മക്കളെ. ഇന്ന് പോയിട്ട് നല്ല സ്നേഹം കൊടുക്കി. നിങ്ങളെ കുട്ടീനെ മാത്രമല്ല, വീട്ടിൽ പെങ്ങളെ കുട്ടികളൊക്കെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും ഈ മാമന്മാരോട് പെങ്ങളെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. കാരണം അവര് വീട്ടിൽ വന്നാൽ അവരുടെ അടുത്തേക്ക് കുട്ടികൾ ഓടി വരും. ഒന്നും ചെയ്യണില്ല അവർ ഈ പറയുന്ന സയൻസ് ഒന്നും പഠിച്ചിട്ടല്ല, കൂട്ടിപ്പിടിക്കും കുട്ടികളെ. ആ കൂട്ടിപ്പിടുത്താണ് ആവശ്യം, ആ ഹഗ്ഗിങ് ആണ് ആവശ്യം. അത് ടീച്ചേഴ്സും കൊടുക്കണം, പാരന്റ്സും കൊടുക്കണം. അല്ലാതെ ഞാൻ എന്റെ കുട്ടീനെ നല്ലൊരു ഫീസ് കൊടുത്തിട്ട് ഇവിടെ സ്കൂളിൽ ആക്കിയിട്ട് പോയിട്ടുണ്ടല്ലോ, ടീച്ചർ നോക്കണം, അങ്ങനല്ല. ടീച്ചറും നോക്കണം, പാരന്റ്സും നോക്കണം. രണ്ടും പരസ്പരം ഒരു റേഷ്യോയിൽ പോയാൽ മാത്രമാണ് നമ്മുടെ പാരന്റിങ് സക്സസ് ആവുള്ളൂ. കുട്ടിക്ക് ടീച്ചറുടെ അടുത്ത് നിന്ന് ഭയങ്കര അബ്യൂസിങ്ങും അല്ലെങ്കിൽ ബ്ലെയിമിങ്ങും ആണ്. വീട്ടിൽ പോയിട്ട് കുട്ടിക്ക് സ്നേഹം കിട്ടണമെങ്കിൽ കുട്ടി പറയും, എനിക്ക് സ്കൂൾക്ക് പോണ്ട,
ഇറ്റ്സ് നോട്ട് എ സേഫ് സോൺ. അതൊരു സേഫ് സോൺ അല്ല. എനിക്കൊരു പേടി, പ്രയാസമാണ് സ്കൂൾക്ക് പോകുമ്പോൾ. ചില കുട്ടികൾ പറയും എനിക്ക് വീട് വേണ്ട, ഞാൻ സ്കൂൾക്ക് പോയിക്കോളാം. കാരണം എന്താ? അവിടുത്തെ ക്ലാസ് ടീച്ചർ ആ ചേർത്ത് പിടിക്കലാണ് അതിന്റെ കാരണം. അപ്പൊ രണ്ട് കൂട്ടരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അവരെ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കണം നിങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് വേണം ഇനി മുതൽ ആ കാര്യത്തിൽ ഇടപെടാൻ. നമുക്ക് പല കാര്യങ്ങളും വരും, ദേഷ്യപ്പെടാൻ 100 കാരണം ഉണ്ടാവും. പക്ഷെ ഒരു സമയം ഒന്ന് ക്ഷമിച്ചാൽ ഹൈർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഒരു കഥ കൂടി പറയാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹാജറ ബീവിനെ അള്ളാന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി ഹാജറ ബീവിനെയും ഇസ്മായിൽ നബിനെയും കാബന്റെ അടുത്താക്കി പോവാണ്. അപ്പൊ കാബ ഇല്ല അവിടെ, ആ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിട്ട് പോവാണ്. ഹാജറ ബീവി ചോദിക്കണം ഇന്നിയും കുട്ടിനെ ആക്കിയിട്ട് എവിടുക്കാ പോണത്? അപ്പൊ ഇബ്രാഹിം നബി പറയണ അള്ളാഹു പറഞ്ഞിട്ടാണ്. ഓക്കെ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഒരു പേടിയില്ല, ഇന്നിയും കുട്ടിനെയും അള്ളാഹ് നോക്കിക്കോളും. അതൊരു ഭയങ്കര ഈമാനും തവക്കുലുമാണ്. ഞാൻ പറയണത് ആ ഒരു സാധനം നമുക്കും വേണം. ഇൻഷാ അല്ലാഹ് അതാ പടച്ചോ നോക്കിക്കോളും, ഹൈറാവും. ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളല്ലേ, ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. ഈ ഒരു സാധനം നമുക്ക് വരണം. അവിടെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയില്ല, കാരണം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഭർത്താവ് പോയത്. അവിടെ ക്ഷമിച്ചു. വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടപ്പോ ഹാജർ ബീവി സൊഫാ മർവന്റെ ഇടയിൽ കുറെ ഓടി നോക്കി. അങ്ങനെ ഒരു മലക്ക് വന്നിട്ട് ചിറകുകൊണ്ട് കൊത്തി കൊടുത്തു. അങ്ങനെ സംസ ഉറവ പൊട്ടി. എല്ലാരും മനസ്സിലാക്കണം, സംസ ഉണ്ടായത് ഇസ്മായിൽ നബി കാലിട്ടടിച്ചിട്ടല്ല. ഇസ്മായിൽ നബി കാലിട്ടടിച്ച് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ സംസ ഉണ്ടായത് ഒരു മലക്ക് വന്ന് അതിന്റെ ചിറകുകൊണ്ട് കൊത്തി കൊടുത്തതാണ്. ഹദീസുകളിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ മനസ്സിലാക്കി വന്നത് ഇസ്മായിൽ നബി കാലിട്ടടിച്ചപ്പോ സംസ ഉണ്ടായത്, അങ്ങനല്ല. അപ്പൊ സംസ ഉണ്ടായി. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഹാജർ ബീവി സൊഫാ മർവന്റെ ഇടയിൽ ഓടി. ആർക്ക് വേണ്ടിയിട്ടാ ഓടിയേ? ആർക്ക് വേണ്ടിയിട്ടാ ഓടിയേ? ഇസ്മായിൽ നബി എന്ന് പറയുന്ന ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്. ക്ഷമിച്ചു നിന്നു. ക്ഷമിച്ചപ്പോ, നല്ല ഈമാനോടെ തവക്കുലാക്കി ക്ഷമിച്ചപ്പോ അള്ളാഹ് പകരമായി സംസം കൊടുത്തു. അത് ഹാജർ ബീവിക്ക് ഇസ്മായിൽ നബിക്ക് വേണ്ടി മാത്രം കൊടുത്ത് അല്ല, ഇന്നും അതാ മനുഷ്യന്മാരത് ഉപയോഗിക്കണം. അപ്പൊ ക്ഷമിച്ചാൽ അതിന്റെ ഗുണം നമുക്ക് മാത്രമല്ല കിട്ടുക. നമ്മളെ കുട്ടീൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവണ പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഒന്ന് ക്ഷമിച്ച് നിന്നാൽ ആ ഒരു ഗുണം നമുക്ക് മാത്രമല്ല, മൊത്തം കുടുംബത്തിന് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിങ്ങനെ ദേഷ്യം ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന സമയത്ത് ഒന്ന് പിടിച്ചു നിന്നോക്കി, ഇൻഷാ അല്ലാഹ് എല്ലാം ഹൈറാവും, എല്ലാം റെഡിയാവും. ഞാൻ 2-3 കാര്യങ്ങളും കൂടി പറയാതിരിക്കാൻ കഴിയൂല. ഇനി ഞാൻ പറയുന്ന കാര്യം 5ാം ക്ലാസ്സിന്റെ താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിലുള്ളതാണ്. നിങ്ങളെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടികളുണ്ടാവില്ല, അവരെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. പാരന്റ്സിന് എത്രത്തോളം അത് കണക്ട് ആവുമെന്ന് എനിക്കറിയില്ല. ബ്രെയിൻ റോട്ട് അതായത് നമ്മളെ തലച്ചോറ് ഒരു എലി കാർന്ന അവസ്ഥ, ഉപയോഗമില്ലാത്ത അവസ്ഥ, അതാണ് ബ്രെയിൻ റോട്ട്. നമ്മളെ കുട്ടികളെ തലച്ചോറ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഹെഡ് ആവാതെ റീൽസിന്റെ ലോകത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു പരിപാടിക്ക് ബ്രെയിൻ റോട്ട് എന്ന് പറയാം. ശരിക്കും നമ്മളെ മക്കൾ ആ സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മളെ വീട്ടിലെ മക്കള് ആ സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പേര് കാണിക്കാം, ക്യാരക്ടേഴ്സിന്റെ ചിത്രം കാണിക്കാം. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ പാരന്റ്സിനൊന്നും ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല. ചില പാരന്റ്സ് എങ്കിലും കുട്ടികളെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കുട്ടികൾ എന്താ കാണുന്നതെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത ഈ കാര്യം ഇവിടെ ഇരിക്കുന്ന ചെറിയ മക്കൾ പറഞ്ഞുതരും. ഞാൻ കാണിക്കാം. ഇതെന്തൊക്കെയാണ് അറിയോ? അറിയില്ലല്ലേ? ഇതെന്താ മനസ്സിലായോ? അവിടെ കുട്ടികൾ പറയും ചിലപ്പോ ഇതെന്താ. ആ മക്കള് പറഞ്ഞോ, കുഴപ്പമില്ല. ഇതെന്താണ് അറിയോ? അയ്യ പറഞ്ഞോ, പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ആരും ഒന്നും പറയില്ല. അറിയുന്ന കുട്ടികളുണ്ടെങ്കിൽ പറയും. കുട്ടികൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ അതെന്താന്ന്? ഫസ്റ്റത്തത് എന്താ? ആരെങ്കിലും പറയണ്ട അവിടെ? ഞാൻ കുട്ടികൾ തന്നെ പറയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യട്ടെ. ഇതെന്താ? ആ പറഞ്ഞോളി. ഓക്കെ, ഇതെന്താണ് സാധനം? 6-7. എന്താണ് 6-7? അതാ കുട്ടികൾക്ക് അറിയാം, അവിടുന്ന് പറയുന്നുണ്ട്. ചെറിയ മക്കളാ പറയണത്. ഇതിന്റെ പേരെന്താ? പറഞ്ഞോളി. ഇതിന്റെ പേരെന്താ? ഇവൻ പറയണ്ട, പറഞ്ഞോ. ആ
ആ ബ്രെയിൻ റോട്ടാണ്, മനസ്സിലായി. ഓക്കെ, ഇതിന് ഈ ക്യാരക്ടറിന് ഒരു പേരുണ്ട്, അറിയോ? ആർക്കെങ്കിലും അറിയോ? അറിയില്ല? കപ്പച്ചിനോ അസാസിനോ എന്നാണ് ഇതിന്റെ പേര്. കപ്പച്ചിനോ അസാസിനോ. ഇതിന്റെ പേരെന്താ അറിയോ? നിങ്ങൾ നോക്കിക്കോളെ, അത്ര വലിപ്പമുള്ള ചെറിയ പൈതലൊക്കെയാണ് പറയുന്നത്. എന്താണ് അവനെന്താ പറഞ്ഞേ? ദുംദും സഹൂർ, ഇതാണ് അതിന്റെ പേര്. ഇനി ഇതിന്റെ പേരെന്താ? ബമ്പാഡിലോ ക്രൊക്കോഡിലോ. സത്യം പറഞ്ഞാല് നമുക്കിത് പറയണേ കേൾക്കുമ്പോ ചിരിയാ വരുന്നേട്ടാ. ഇവിടെ ബസീർക്കൊക്കെ ഉണ്ട്, ഞങ്ങൾ ബഹ്റൈനിൽ നിന്ന് ഒരുമിച്ചുള്ള ആളുകളാണ്. ഞാൻ അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഈ സാധനം, ഈ 6-7 എന്നുള്ളതും ടേമും കാപ്പച്ചിനോ അസാസിനോ ദുംദും സഹൂർ ബാമ്പാഡിലോ ക്രൊക്കോഡിലോ, ഈ പേരുകൾ എന്ത് ചെയ്ത് എനിക്കിങ്ങനെ കിട്ടിയപ്പം ഞാൻ വെറുതെ കുട്ടികൾ ഇത് എത്രത്തോളം ഡീപ്പ് റൂട്ടഡ് ആയിട്ടുണ്ട്, എത്രത്തോളം കുട്ടികൾ ഇത് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ പോയിട്ട് ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞേ ബാമ്പാഡിലോ ക്രൊക്കോഡിലോ എന്ന് പറഞ്ഞു. അതിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ചിരിച്ച്. കുട്ടികൾ പറഞ്ഞേ സാർക്ക് ഇതെങ്ങനെ അറിയാം? അപ്പൊ കുട്ടികളെ മൈൻഡിൽ എന്താ, മൂപ്പര് വേറെ യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ആളാണ്, വേറെ ഏതോ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഒരു ഗ്രഹത്തിൽ നിന്ന് വരുന്ന ആളാണ്, ഞങ്ങളുമായിട്ട് ഒരു ബന്ധം മൂപ്പർക്ക് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ജീവിക്കണ ഭൂമിയിൽ തന്നെയല്ലേ ഞാനും, ഞാൻ അറിയില്ലേ? അതായത് കുട്ടികൾ അങ്ങനെ കാണുന്നത്, നമ്മൾ പറയുന്ന ടേംസും നമ്മൾ പഠിക്കുന്ന കാണുന്ന സാധനങ്ങളൊന്നും ഇവർക്ക് അറിയില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇവിടുത്തെ പല പാരന്റ്സിനും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ കാണുമായിരിക്കും ഈ സാധനം. അപ്പോ കുട്ടികൾ പറയണേ, പിന്നെ അവർ ഭയങ്കര ടോക്കറ്റീവായി സംസാരിച്ചിട്ട് തുടങ്ങിയപ്പോ അവര് പറയണേ, സാർക്കറിയോ ഞങ്ങളെ സ്കൂളില് ഒരു കുട്ടി 206 ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് അത്ര, ഇതേപോലത്തെ 206. ഇതിന്റെയൊക്കെ പേരെന്നെ പഠിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര കഷ്ടപ്പാടുണ്ട്. 6-7, കപ്പച്ചിനോ അസാസിനോ, ദും സഹൂർ, ബമ്പാഡിലോ ക്രൊക്കോഡിലോ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്ക് എത്ര സമയം എടുക്കും. 206 ക്യാരക്ടറിന്റെ പേര് കുട്ടി കാണാതെ പഠിച്ചിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് കുട്ടിന്റെ ഡ്രോയിങ് ബുക്കിൽ കുട്ടി വരച്ചിട്ട് ഈ ക്യാരക്ടേഴ്സിന്റെ ചിത്രം വരച്ചിട്ട് കളർ ചെയ്തിട്ടുണ്ട്. ഇത് വീട്ടിലെ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ അല്ല ഞാൻ പറയുന്നത്. 2ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറിയ മക്കള്, അവരവസ്ഥ പറയണത്. 206 ക്യാരക്ടേഴ്സിന്റെ ഈ ടൈപ്പ് പേര് പഠിക്കണമെങ്കിൽ എത്ര ടൈം വേണം? കുട്ടി അത് പഠിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടേഴ്സിന്റെ രൂപം ചിത്രം വരച്ചിട്ട് കളറും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പാരന്റ് ഭയങ്കര പ്രൗഡായിട്ട് പറയണത്ര, എന്റെ കുട്ടീന്റെ പേജ്, ഡ്രോയിങ് ബുക്കിന്റെ പേജ് തീർന്നു, ഇനി പുതിയ വാങ്ങി കൊടുക്കണം. ഭയങ്കര സംഭവല്ലേ? കുട്ടി അധികാരികളുടെ ഷീറ്റാണല്ലോ അപ്പൊ പഠിച്ച്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് ഈ ഒരു അവസ്ഥയിലൂടെ കുട്ടികൾ പോണത്. ഇത് നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ കണക്ട് ആവില്ല. ഇനി നമ്മൾ പോയിട്ട് ഇനി മേലിൽ 6-7 എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളത് എതിർക്കാൻ പോകുമ്പോൾ ഒരു പ്രശ്നം എന്താ അറിയോ? 6-7 എന്ന് പറഞ്ഞാൽ വലിയ വേറെ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ വിചാരിച്ചിരിക്കണേ 6-7 അങ്ങനെ പറയാൻ പാടില്ല, ഭയങ്കര. കുട്ടികളുടെ ഒരു പെർസ്പെക്റ്റീവിൽ എന്താ അറിയോ, ലൈഫിനെ നിങ്ങൾ ഭയങ്കര സീരിയസ് ആക്കി എടുക്കണ്ട. നിങ്ങൾ അതിനൊരു 6-7 അങ്ങനെ ഒരു എന്താ പറയാ, ഒരു അത്ര ഒരു നോർമലായി കണ്ടാ മതി. 6-7 എത്ര മാർക്ക് കിട്ടി? 10 out of 10, 10ൽ 10 മാർക്ക് കിട്ടി. അങ്ങനെ നിങ്ങളൊന്നും കരുതണ്ട. 6-7 എന്ന് പറഞ്ഞാൽ 67 എന്നല്ല, 6-7, ആ ഒരു നോർമൽ റേഞ്ചില് അത്ര മതി. ഇതാണ് 6-7. ഇത് കുട്ടികളെ കണ്ടിട്ട് ഇനി മേലിൽ ഇത് പറഞ്ഞു വരുതെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ കുട്ടി എന്താ വിചാരിക്കണത്? ഇയാൾ ഏത് ലോകത്താ, എന്തിനാ പിന്നെ പുറത്താക്കി? പിന്നെ മൂപ്പര് നല്ലൊരു വാല്യൂ ടീച്ചിങ്സ് പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടി എന്താ വിചാരിക്കുക? മൂപ്പര് ഇപ്പോഴും ഏതോ ലോകത്താണ്. ഞാൻ പറയുന്നിടത്ത്, ഞാൻ ചിന്തിക്കുന്നിടത്തല്ല മൂപ്പരുള്ളത്. അപ്പൊ ഒരു സാധനം കുട്ടീനോട് എതിർക്കുമ്പോ പോലും ബിക്കോസ് ഓഫ് വൈ, എന്തുകൊണ്ട് ആദ്യം പറഞ്ഞു കൊടുക്കാൻ പറ്റണം. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മള് മദ്രസിന് പഠിച്ചു പോകുന്ന ആ ട്രഡീഷണൽ രീതി അങ്ങനെ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇൻഫർമേഷൻ ഓവർലോഡഡ് ആയതുകൊണ്ട് കുട്ടിക്ക് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു നോളജും കൂടി നമുക്ക് വേണം. ഇല്ലെങ്കിൽ കുട്ടി ചിന്തിക്കണം എന്താ, ഉമ്മാനോട് ചോദിച്ചിട്ട് കാര്യമില്ല, വേഗം ചാറ്റ് ജിപിടിനോട് ചോദിക്കും. അല്ലെങ്കിൽ കുട്ടി വേറെ ആരോട് എന്തെങ്കിലുമൊക്കെ പോയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. പല വെബ്സൈറ്റിൽ നിന്നൊക്കെ ആയിരിക്കും കളക്ട് ചെയ്യുക. കുട്ടി പറയും ഞാൻ അവിടെ അങ്ങനെ കണ്ടല്ലോ, ഇവിടെ അങ്ങനെ കണ്ടല്ലോ എന്നൊക്കെ പറയും. ഇനി ഈ ക്യാരക്ടേഴ്സിനെ തന്നെ നിങ്ങൾ എടുത്തു നോക്കി, ഒരു ഉപകാരമില്ലാത്ത ക്യാരക്ടേഴ്സാണ്. എന്തെങ്കിലും ഒരു ബന്ധം കാണുന്നുണ്ടോ നിങ്ങൾ ഇതിൽ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ചായക്കപ്പ്, ആ ചായക്കപ്പ്
ആ ക്യാപ്പച്ചിനോ അസാസിനോ അങ്ങനത്തെ ഒരു ഇത് കണ്ടില്ല നിങ്ങൾ? ഒരു മരത്തിന്റെ തടി, അതിനൊരു കയ്യും കാലും ഒക്കെ, കയ്യിലൊരു ഹോക്കി സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം. ഇത് ഒരു ഫ്ലൈയിങ് അലിഗേറ്റർ, ഒരു എന്താ പറയാ, പറക്കുന്ന ഒരു മുതല. ആ ബോംബാർഡിലോ ക്രൊക്കോഡിലോ. ഇവന്റെ ഫ്ലോ കളിയെന്നാ തോന്നുന്നത്. അപ്പോ തല ഉണ്ട്, ഓടല് ഫ്ലൈറ്റിൻ്റെതാണ്, വിമാനത്തിൻ്റെതാണ്. തല എന്താണ്? ഒരു മുതലൻ്റെതാണ്. കുട്ടികൾ പാടി നടക്കണ പാട്ട് എന്താ അറിയോ? വീട്ടിൽ പോയിട്ട് ബാമ്പാടിയിലോ ക്രോക്കോഡിയിലോ ഇതിങ്ങനെ പാടാണ്. അപ്പൊ ഉമ്മ കേട്ടിട്ട് വിചാരിക്കണം, പണ്ടൊക്കെ നമ്മള് വെറും മാപ്പിളപ്പാട്ടും ആൽബം പാട്ടും അല്ലേ, ഇപ്പത്തൊക്കെ കുട്ടികൾ എന്താ നോക്ക്, എന്ത് രസമുള്ള പാട്ടല്ലേ ഒരു പാടണേ. ഇതൊരു ഇറ്റാലിയൻ സോങ് ആണ്. ഈ ഇറ്റാലിയൻ സോങ്ങിന്റെ മീനിങ് അറിയാൻ വേണ്ടിയിട്ട് ഞാനിത് വെറുതെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിന്റെ ട്രാൻസ്ലേഷൻ നോക്കി, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അപ്പൊ ഇതിൽ പറയണ എന്താ അറിയോ? ബാമ്പാഡിലോ ക്രൊക്കോഡിലോ ഇസ് എ ഫ്ലൈയിങ് അലിഗേറ്റർ. അതിന്റെ ഇടയിൽ വേറൊരു വേർഡ് ഉണ്ട്, പക്ഷെ അത് കുറച്ചൊരു ബാഡ് യൂസേജ് ആയതുകൊണ്ട് ഞാനത് പറയണില്ല. ബംബാഡിലോ ക്രൊക്കോഡിലോ ഈസ് എ ഡാഷ് ഫ്ലൈയിങ് അലിഗേറ്റർ. അതൊരു പറക്കുന്ന മുതലാണ്. ഇറ്റ് ഫ്ലൈസ് ദ ബോംബ്സ് ഓൺ ദ ചിൽഡ്രൻ ഓഫ് ഗാസ. ഇതിന്റെ പണി എന്താണ്? ഗസയിലെ കുട്ടികളുടെ മുകളിലേക്ക് ബോംബിടലാണ് ഇതിന്റെ പണി. ഇറ്റ് ഡസന്റ് ബിലീവ് ഇൻ അല്ലാഹ്. പടച്ചോനിൽ വിശ്വസിക്കുന്നില്ല. ഈ സാധനമാണ് നമ്മളെ കുട്ടികൾ ഇങ്ങനെ പാടി നടക്കണേ. അപ്പൊ നമ്മൾ വിചാരിക്കണം എന്റെ കുട്ടിക്ക് നല്ല നോളജ് ഉണ്ട്, ഇവിടെ നിന്നൊക്കെ പല കാര്യങ്ങളും പഠിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും എന്താ എൻ്റെ കുട്ടി കാണുന്നത്, എന്താ എൻ്റെ കുട്ടി പഠിക്കണത്, എന്താണ് ഈ കുട്ടിക്ക് ഇതാവുന്നത്, ഇതൊരു പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ ഒരു ജെൻസി കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ടല്ലോ, അവരോടാണ് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യും, നിങ്ങളെ അനിയന്മാർക്കും അനിയത്തിമാർക്കും പറഞ്ഞു കൊടുക്കും. കാരണം പലപ്പോഴും ഇത്തരം സാധനങ്ങളൊന്നും നിങ്ങളെ ഉമ്മാരും ഉപ്പാരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഇതിന്റെ അപകടം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഇനി നിങ്ങളെ അനിയത്തിനോടും അനിയന്മാരോടൊന്നും പറഞ്ഞു കൊടുക്കുക, അത് കാണണ്ട, അത് ഇങ്ങനെയാണ്, അതിന്റെ പ്രശ്നം എങ്ങനെയാണ് എന്നെങ്കിലും പറഞ്ഞു കൊടുക്കാം. ഉമ്മയിപ്പം പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ദഹിക്കൂല, ഡൈജസ്റ്റ് ആവൂല. അതുകൊണ്ട് നിങ്ങളെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഒരു 6th 7th 8th 9th 10th +1 +2 ഉള്ള കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഇനി ഉത്തരവാദിത്വം ഏൽക്കേണ്ടത്. നിങ്ങളുടെ വീട്ടിലുള്ള മക്കളെ, ഈ ആൽഫ ജനറേഷനിലുള്ള കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആ രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. 2 കാര്യങ്ങൾ കൂടി പറയാനുള്ളൂ. നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ടോട്ടലി രണ്ട് അറ്റത്താണ് ചില കാര്യങ്ങൾ. പാരൻസ് ഇങ്ങനെയാണ് പോണത്, കുട്ടികൾ ഇങ്ങനെയാണ് പോണത്. നമ്മൾ കുട്ടികളെ സിയാറിക്ക് വരുന്നില്ല, കുട്ടി ഖുതുബ കേൾക്കാൻ വരുന്നില്ല, നിസ്കരിക്കാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പറ്റങ്ങൾ അവരെ ബ്ലെയിം ചെയ്യുന്നതിന് മുമ്പ് അൺകണ്ടീഷണൽ ആയിട്ട് അവരെ ലവ് ചെയ്യും, അവരെ ചേർത്ത് പിടിക്കും, നല്ല ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ അവരെ ഇതാക്കി. എല്ലാ കാര്യങ്ങൾക്കും സമ്മതിച്ചു കൊടുക്കണം എന്നല്ല, പക്ഷെ അവരെടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റണം. അതിന് നിങ്ങൾ അവരെ ആദ്യം ഒന്ന് ചേർത്ത് പിടിക്കുക, അവരെ കൂടെ ഇരിക്കാൻ ടൈം കണ്ടെത്തുക, അവർക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തി നല്ല സ്നേഹം കൊടുത്ത് വളർത്തിയാൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ കുട്ടി ഇങ്ങനെ ആയിപ്പോയി, ഇനി എനിക്കൊരു പ്രതീക്ഷ ഇല്ല, എൻ്റെ ഹോപ്പൊക്കെ നശിച്ചു എന്നല്ല നിങ്ങൾ പറയേണ്ടത്. ഖുറാനിലെ ഈ ആയത്ത് എപ്പോഴും നിങ്ങൾ ഓർക്കുക. വലം മകുൻ ബിദുആഇക റബ്ബി ശഖിയ. ഖുറാന്റെ 19ാമത്തെ സൂറത്ത് മറിയമിലെ 4ാമത്തെ ആയത്താണ്. എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഷുവർലി നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന പടച്ചോൻ കേൾക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും, പക്ഷേ സമയമെടുക്കും. അത് പെട്ടെന്ന് ആയിക്കൊള്ളുന്നില്ല. നല്ല പരീക്ഷണം പടച്ചോൻ തരും. അത് നിങ്ങൾക്ക് പ്രതിഫലം തരാൻ വേണ്ടിയിട്ടാണ്. പ്രതീക്ഷ കൈവിടാതെ നിങ്ങളെ കുട്ടികളെ കാര്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളി. ഷുവറായിട്ടും നല്ല കൺകുളിർമുള്ള മക്കൾ അള്ളാഹു നമുക്ക് തരും. അങ്ങനെ ആവണമെങ്കിൽ പ്രാർത്ഥന എന്നുള്ളതാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം. നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതിനനുസരിച്ചിട്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുക. ഈ ഒരു പ്രാർത്ഥന നിർബന്ധമായിട്ടും നമ്മളെ ലൈഫിന്റെ പാർട്ടാക്കുക. ഖുറാനിലെ 14ാമത്തെ സൂറത്ത് ഇബ്രാഹിമിലെ 40ാമത്തെ ആയത്താണ്. സൂറത്ത് ഇബ്രാഹിമിലെ 40ാമത്തെ വചനം, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി, എൻ്റെ റബ്ബേ നീ എന്നെ ആക്കേണമേ, മുഖീമസ്സലാത്ത് നിസ്കാരം നിലനിർത്തുന്നവനാക്കണമേ, വമിൻ ദുർരിയതി എന്നെ മാത്രമല്ല എൻ്റെ കുട്ടികളെയും അങ്ങനെ തന്നെ ആക്കണമേ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, വതഖബ്ബൽ ദുആ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സൂറത്ത് ഇബ്രാഹിം 14ാമത്തെ സൂറത്തിലെ 40ാമത്തെ ആയത്ത്.
ഈ ആയത്ത് നിങ്ങൾ എന്തായാലും ഓർത്തു വെക്കുക. ഈ പവർ പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പ്രിൻസിപ്പളിന്റെ അടുത്ത് ഏൽപ്പിക്കാം. ആർക്കെങ്കിലും ഇനി ഈ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് അത് ഷെയർ ചെയ്ത് പോകണ്ട, കാരണം നമ്മൾ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പളുടെ അടുത്ത് ആവശ്യപ്പെട്ടാൽ പ്രിൻസിപ്പൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അത് തരും. നമ്മളിപ്പോ പാരന്റിങ് സെഷനുമായി ബന്ധപ്പെട്ട് വളരെ പെരിഫറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. സമയം കുറവാണ്, കുറഞ്ഞ കാര്യത്തിന്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ഇനി റൂട്ട് അന്വേഷിച്ച് പോകണമെങ്കിൽ കുറേ വിഷയങ്ങളുണ്ട്. ഓരോ കുട്ടിയുടെയും കേസുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോ പെട്ടെന്നൊന്നും നമുക്കിത് ചർച്ച ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റൂല. പക്ഷെ ഒരു കാര്യം എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാന് ടീച്ചറായി കുറച്ചു കാലം പ്രവർത്തിച്ചത് കൊണ്ടും ഇങ്ങനത്തെ ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുറെ കുട്ടികളുമായിട്ട് നിരന്തരം ഇടപഴകുന്നുകൊണ്ടും എനിക്ക് അവരുടെ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള അവസ്ഥയും സൗകര്യവും ലഭിച്ചത് കൊണ്ട് ഞാൻ പറയാണ്, നമുക്ക് ശരിക്കും ഏറ്റവും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മക്കളെ നമുക്ക് കിട്ടും. പക്ഷെ നമ്മുടെ പാരന്റിങ്ങും നമ്മളുടെ പ്രവർത്തനങ്ങളും ശരിയാവണം. അപ്പോ ഈ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഇൻഷാ അല്ലാഹ് ഇത്തരം ഇനിയും ഇങ്ങനത്തെ സെഷനുകളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഇൻഷാ അല്ലാഹ്, പ്രത്യേകിച്ച് ബസീർ ഖാനെ പോലുള്ള ആളുകളെ അത്രയും എനിക്ക് ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഇനിയും ഇതിന്റെ ഡീപ്പ് ലെവലിലേക്ക് ഇറങ്ങിയിട്ടുള്ള ചർച്ചകളും സെഷനുകളൊക്കെ ആവാം. ഇൻഷാ അല്ലാഹ് എൻ്റെ സമയത്തിൽ നിന്നുകൊണ്ട് ഞാൻ സമയം കണ്ടെത്തിയിട്ട് സ്കൂളുകളിൽ ഇത്തരം സെഷനുകളും കാര്യങ്ങളും ആവശ്യമെങ്കിൽ വന്നാൽ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഇനിയും ഇൻഷാ അല്ലാഹ് ഞാൻ വരും. എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഹെൽപ്പുകളും ഉണ്ടാകും. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും കുടുംബമുണ്ട്, മകളുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളും ആഗ്രഹിക്കുന്നത് അതാണ്, നല്ലൊരു ജനറേഷൻ ഉണ്ടായി വരണം, നല്ല കഴിവുള്ള, നല്ല ദീനും ബോധവും, അത് ദീനൊക്കെ അഭിമാനമായി പ്രൗഡായിട്ട് കൊണ്ടടക്കുന്ന നല്ല കഴിവുള്ള, പൊളിറ്റിക്സും നോളജും ഒക്കെ ഉള്ള നല്ല കുട്ടികൾ ഉണ്ടായി വരണം. എന്നാൽ നല്ല ഹലാൽ വൈബുള്ള, ഹലാലായിട്ടുള്ള എല്ലാ വൈബുകളും ആ കുട്ടികൾക്ക് വേണം. അങ്ങനത്തെ വൈബുള്ള, എന്നാൽ ദീനിനോട് നല്ല ഇഷ്ടവും അഭിമാനവുമുള്ള നല്ല മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നമുക്ക് ഉണ്ടാവണം. അതിനുണ്ടാവണമെങ്കിൽ നമ്മൾ അവരെ കൂടെ അതിനനുസരിച്ച് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അവരെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അവരെടുത്ത ഈ എഫേർട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇനിയും ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ അവരുമായിട്ട് നിരന്തരം നല്ലോണം സ്നേഹവും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ, ടൈം, ലവ്, പേഷ്യൻസ്, സമയമെടുക്കും, നല്ല ലവ് അവർക്ക് കൊടുക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. ഇൻഷാ അല്ലാഹ് വിജയം ഉണ്ടാകും. അല്ലാഹു തആല വിജയം നമുക്കും നമ്മളെ കുട്ടികൾക്ക് മാത്രമല്ല കുടുംബത്തിന് മൊത്തം തരും. അങ്ങനെ മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് എന്നതിലേക്ക് ഒരു ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുള്ള നമ്മുടെ പ്രിൻസിപ്പൽ, അതേപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ ബോഡി, അവർക്ക് എല്ലാവർക്കും, എന്നെ ഇത്രയും സമയം കേട്ടിരുന്ന രക്ഷിതാക്കള്, ഉമ്മമാര്, ഉപ്പമാര്, വിദ്യാർത്ഥികൾ, എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.